ഇപ്പോൾ സമയമില്ലാന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബോട്ടിൽ ബിയിലേക്ക് 3 തിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്തായിരിക്കും? സമയമില്ലാത്ത പറയുന്ന ആൾക്കാരെ ഫോൺ ആദ്യം ചെക്ക് ചെയ്യും, എന്നിട്ട് അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുക. ഓക്കെ. പിന്നീട് ഒരു 2016 ഞാൻ ഈ ട്രെയിനർ മസിലൊക്കെ ഉണ്ടാക്കി. മസിലാണ് മെയിൻ. ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ മെയിൻ പ്രശ്നം 100 ആൾക്കാർ വന്ന് ഒരു ജിമ്മിൽ കയറി കഴിഞ്ഞാൽ 90 ഡ്രോപ്പ് ഔട്ട്സ് ഇൻ ഫസ്റ്റ് 3 വീക്സ്. ഇത്രയും ടേൺ ഓവർ ഉള്ള സ്ഥലമാണ് ജിം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രോസസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ് കംപ്ലീഷൻ കിട്ടാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. മോസ്റ്റ് പീപ്പിൾ വർക്ക് ഒരു 8 to 10 hours a day. ഇങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൗ ക്യാൻ ദേ ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത്? Taking care of the health comes from very basic choice you make in your life. മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് അവർ പറയും രാവിലത്തെ ഭക്ഷണം നല്ല വൃത്തിക്ക് കഴിക്കണം, നല്ലോണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ പറയും. അത് മാർക്കറ്റിംഗ് ആണത്. കോൺഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്ന. സോ വാട്ട് മാറ്റേഴ്സ് മോർ, ഡയറ്റ് ആണോ എക്സസൈസ് ആണോ? ഇറ്റ്സ് ഓൾവേസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഫാബിലിൻ്റെതായിട്ടുള്ള ലേബിൾസ് ഉണ്ടാവും. ലൈക്ക് യു വുഡ് ഹാവ് ഞാനൊരു ഓൺടർപ്രണർ ആണ്, ട്രെയിനർ എന്നൊക്കെ പറയുന്നുണ്ടാവും. സോ യു കീപ് ഓൾ ദി ലേബിൾസ് അസൈഡ്, മാറ്റി വെച്ചിട്ട് അപ്പം നമ്മൾ ഒരു 3 വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസിൽ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? like myself as a person. Yeah. I don't know how to answer that. As a person, I don't know. I just do. I'm what I do. That's what I believe. Okay. ഞാൻ എന്താണോ ചെയ്യണത് അതാണ് ഞാൻ. അല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ മൈറ്റ് ബി ഗുഡ് ഫ്രണ്ട്. ഞാൻ നല്ലൊരു സുഹൃത്തായിരിക്കാം, നല്ലൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം, നല്ല മകനായിരിക്കാം. ഐ നെവർ നോ. അപ്പോൾ that's a deep question. Yeah. So basically നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പം തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് സൈഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ചോദ്യം ചോദിക്കണേ. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ദ ഗോൾ ഓഫ് ടുഡേ ഈ ഡിസ്കഷൻ ഇസ് ബേസിക്കലി ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളാണെന്നുണ്ടെങ്കിലും പലർക്കും പല ഗോൾസ് ഉണ്ടാവും. ഫിറ്റ്നസ് ബേസ്ഡ് ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, കിട്ടുന്ന ആൾക്കാരുണ്ടാവും, പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിട്ടൊരു എന്താ പറയുക, ഒരു ജനറലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യു ഇറ്റ്സെൽഫ്, റൈറ്റ്? സോ ഐ തിങ്ക് ഒരു ലാസ്റ്റ് 5 years ആയിട്ട് യു ബീൻ ഇൻ ദിസ് ഫീൽഡ് ഹെൽപ്പിംഗ് ക്ലയൻസ് പീപ്പിളൊക്കെ ആയിട്ട്. എങ്ങനെ ഇതിലേക്ക് വന്നേ ആൻഡ് വാട്ട് ആക്ച്വലി ഡു യു ഡു ഓർ വാട്ട് ഹാവ് ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 5 years എന്ന് സമ്മറൈസ് ചെയ്യാമോ? എങ്ങനെ ഇതിലേക്ക് വന്നതെന്നുള്ളത് സ്റ്റാർട്ട്സ് ഫ്രം മൈ 11th സ്റ്റാൻഡേർഡ്. 2011 തന്നെ ഞാൻ 2011 ഫസ്റ്റ് ജിമ്മിൽ പോകുന്നത്. അത് ഞാൻ സമയത്ത് 11th പഠിക്കാം. അപ്പോൾ PGM എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട്. PGM ഭയങ്കര ഫേമസാണ്. ഹാർഡ് കോർ ജിം, പഴയ സ്റ്റൈൽ, പഴയ ആശാന്മാരുള്ള ജിമ്മാണ്. ഇപ്പോഴത്തെ ഈ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് എല്ലാം ജിം റെഗുലർ ലൈക്ക് എക്വിപ്മെൻറ്റ്സ് ഒക്കെ വേറെൻറ്റോറിനായിട്ടുള്ള പോളിഷുള്ള ബയോമെക്കാനിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഒന്നുമല്ല. അപ്പോൾ അവിടെ പോകുമ്പോൾ ഭയങ്കര കൾച്ചർ തന്നെ വേറെ തന്നെയാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ അർണോൾഡിൻ്റെയും റോണി കോൾമാൻ്റെയും ഒക്കെ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ, ഇവരെ ഈ മഹാന്മാരെ ഫോട്ടോസ് കണ്ടിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം അന്ന് ലൈക്ക് ഒരു ഐഡിയയും ഇല്ല. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ എൻ്റെ ഫസ്റ്റ് ആശാൻ്റെ പേര് അബി എന്നാണ്. അദ്ദേഹം അരക്കിണറുകാരനാണ്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ പോയി ചോദിക്കാം. സ്ട്രക്ചേർഡായിട്ട് ക്രിയേറ്റ് ചെയ്തൊന്നുമില്ല. പ്ലാന് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കൗണ്ടറിൻ്റെ ഇപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെ എക്സസൈസ്, ചെസ്റ്റ് പ്രസ്, ബെഞ്ച് പ്രസ്, ഇൻക്ലൈൻ പ്രസ്, ഇതെല്ലാം എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ഇത് ചെയ്ത് തരാൻ ആരും ഉണ്ടാവില്ല. അപ്പം ആശാൻ എപ്പോഴും ബാക്കിയുള്ള കാര്യത്തിൽ തിരക്കൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും പറഞ്ഞു തരും, അത് ചെയ്യ് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു തന്നിട്ടാണ് പറയാം. അപ്പം പിന്നെ അവിടെയുള്ള സീനിയേഴ്സിനോട് ചോദിക്കുക, ഇതിങ്ങനെയാണോ ചെയ്യുക, ഇതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പോൾ ചെയ്തൊക്കെ ചോദിക്കും, എനിക്ക് കറക്ഷൻ കാണിച്ചു തന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിരിക്കും. പക്ഷേ അങ്ങനെയാണ് ആ ഒരു രീതി. അപ്പം പണ്ട് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് തുടക്കം വന്നിട്ടുള്ളത്. പിന്നെ ദെൻ ന്യൂട്രീഷൻ്റെ കാര്യത്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളത്, അവിടെ ഇങ്ങനെ ഡപ്പ വെച്ചിട്ടുണ്ടാവും ഈ വേ പ്രോട്ടീൻ്റെ. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് ഒരു ഭാഗമാണ് ഇതിൽ. അപ്പം നമ്മൾ ഡെസ്പറേറ്റ് ആയിരിക്കും ടു ഗെറ്റ് റിസൾട്ട്സ്. അപ്പം ഇത് വാങ്ങാനൊക്കെ പറയും, അന്ന് വാങ്ങാൻ കാശൊന്നും ഉണ്ടാവില്ല.
അപ്പം 5 കോഴിമുട്ട കഴിക്കാൻ പറയും, ലൈക്ക് ഒരു ½ kg ബനാന കഴിക്കാൻ പറയും. ഇതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ന്യൂട്രീഷൻ അഡ്വൈസ്. ആൻഡ് ഐ ഫോളോഡ് ദാറ്റ് ആൻഡ് ഐ ഗോട്ട് ഗുഡ് റിസൾട്ട്സ്. ഞാൻ ഭയങ്കര സ്കിന്നി ആയിരുന്നു, ഇതിനും സ്കിന്നി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ യൂണിഫോം ഒക്കെ ടൈറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ ഉണ്ടായിരുന്നു മോട്ടിവേഷൻ. ന്യൂബി ഗെയിംസ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, എസ്പെഷ്യലി യങ് ഏജിൽ. അപ്പോൾ ആ ന്യൂട്രീഷൻ അഡ്വൈസ് ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്തു. എനിക്ക് ഇഷ്ടമുള്ള എഗ്ഗൊന്നും, എന്നിട്ട് ഞാനത് കഴിച്ച് നല്ല റിസൾട്ട് ഉണ്ടായി. അങ്ങനെ ജിമ്മിൽ നല്ല മോട്ടിവേറ്റഡ് ആയി. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാനിങ്ങനെ പുതുതായിട്ട് ഓരോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കും. നെക്സ്റ്റ് പ്ലാൻ ഏതാണ്, ഇനി അതിന് ബെറ്റർ പ്ലാൻ ഉണ്ടോ. അപ്പോൾ അന്ന് ഇത് ഫോൺ നെറ്റൊന്നുമില്ല, ഫോൺ ഉള്ളത് തന്നെ നെറ്റ് കയറാൻ കഴിയൂല. അപ്പം കഫേയിൽ പോയി മസിൽ ആൻഡ് സ്ട്രെങ്ത് ബിൽഡിംഗ് എന്നിട്ട് സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതിൽ പോയിട്ട് പ്ലാൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ കോമ്പറ്റീഷനൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ അബു സലീം സാറ് മരുമോൻ്റെ ജിമ്മിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെല്ലാ ചൊവ്വാഴ്ചയും വരും അവിടെ. എന്നിട്ട് അങ്ങനെയല്ല എങ്ങനെ ചെയ്യുന്നപ്പോൾ എൻ്റെ പുള്ളിക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ സമയത്ത് ഒരു ആക്ടറാണ്, അപ്പം ഭയങ്കര ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഭയങ്കര കെയറിങ് ആയിരുന്നു. പിന്നെ ആ ജിമ്മിൽ തന്നെ യൂനസ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരും അവിടുത്തെ ജിമ്മിൻ്റെ മാനേജറാണ്. ഒക്കെ നല്ല രീതിക്ക് ട്രെയിനിങ് ചെയ്യും, അറിയുന്നതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരും. അത് 2ാമത്തെ ജിമ്മാട്ടോ ഞാൻ പറയുന്നത്. ഒന്നുകൂടെ അടിപൊളി ജിമ്മായിരുന്നു വട്ടക്കിണറുള്ള. ഞാൻ അത് ക്ലോസ് ആയെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ജേർണിയിൽ 2014 ആകുമ്പം ഒരു ഫ്രണ്ട് ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റ്. അതിപ്പോൾ അവർ പെരിന്തൽമണ്ണ മാറ്റി ഗ്രീൻസ് എന്ന് പറയും. അവർ ആദ്യം അത് തുടങ്ങിയ സമയത്ത് ഞങ്ങളാണ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേലെയൊക്കെ കയറ്റിയത്. അപ്പം അവിടുന്ന് എൻ്റെ ഫ്രണ്ടാണ്, ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് യാസിൻ. ഇൻ്റർനാഷണൽ അന്ന് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ പോയി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറായിരുന്നു. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിലൊരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് ഒരു 2016 ഞാൻ ഈ ട്രെയിനർ മസിലൊക്കെ ഉണ്ടാക്കി. മസിലാണ് മെയിൻ. അന്ന് ഈ സർട്ടിഫിക്കേഷൻ അത്ര പ്രിവലവൻ്റ് ആയിട്ട് ഹൗ ബിഗ് യു ആർ മാറ്റേഴ്സ് എ ലോട്ട്. അപ്പോൾ അങ്ങനെ സ്നാപ്പ് ഫിറ്റ്നസ് ഉണ്ട് HSR ലേഔട്ട് ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ BDA കോംപ്ലക്സ് എന്ന് പറയാം. അതിൻ്റെ അവിടെ പോയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയത്. പിന്നെ ആസ് ഫോർ എ ജോബ് ഐ ഗോട്ട് ദ ജോബ്, ബട്ട് സാലറി വാസ് വെരി ലോ. ആൻഡ് ലൈക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പോലും ആ എമൗണ്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐ ഗോട്ട് ഡിസപ്പോയിൻറ്റഡ്. ദെൻ വെൻ ടു മെനി ജിംസ്. പിന്നെ ഞാൻ എനിക്കുള്ള ബേബിയെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ കോർപ്പറേറ്റിലേക്ക് കടന്ന് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തു. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഡീവിയേറ്റ് ആയി. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വന്നത്. ആൻഡ് അഗെയിൻ ദ റീസൺ ഈസ് എൻ്റെ ഫ്രണ്ട് യാസിൻ തന്നെയാണ്. അവനിതിൽ നല്ല ചെയ്ത ദിസ് ഈസ് സംതിങ് ഐ എം പാഷനറ്റ് അബൌട്ട്. അപ്പോൾ അവനതെൻ്റെ മുമ്പ് നിന്ന് അതുകൊണ്ട് ജീവിച്ച് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഈസ് ഹാപ്പി വിത്ത് ദ ജോബ് ഈസ് ഡൂയിങ്. റൈറ്റ് നൗ ഒരു അക്കാഡമി നടത്തുകയാണ്, ഫിറ്റ്നസിൻ്റെ അക്കാഡമി നടത്തുകയാണ്. ആൻഡ് ഈസ് റിയലി ഗുഡ് ഇൻ വാട്ട് ഹി ഡോസ്. അപ്പം വീണ്ടും അവനെ കണ്ട് ആയിട്ട് ഞാൻ മോട്ടിവേറ്റഡ് ആയി എൻ്റെ ഓൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾസോ ലൈക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമുണ്ട്. ഇപ്പം ജസ്റ്റ് യു സെഡ് ബിഫോർ വി സ്റ്റാർട്ട് ദ കോൺവോ, ഇപ്പോൾ ഹാബിറ്റ് ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ് റൺ ചെയ്യുന്നതെന്നുള്ള സാധനം. യു ഷിഫ്റ്റഡ് ഫ്രം, അതായത് ഹാർഡ് കോർ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് നിന്ന് മാറിയിട്ടായിട്ട് കുറേ കൂടെ അഡാപ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള സസ്റ്റൈനബിൾ, അതെനിക്കൊന്ന് ബയോയിൽ തന്നെ ഉണ്ട്, സസ്റ്റൈനബിൾ ഫിറ്റ്നസ് ബേസ് ചെയ്തിട്ടുള്ള വാട്ട് ഷിഫ്റ്റഡ് ദാറ്റ്? എന്താണ് ഈ ഹാബിറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? See, hardcore fitness will always be there. As long as men have testosterone level, they're going to do it. അപ്പോൾ ഈ സ്പോർട്ടി അത്ലറ്റിക് ലെവലിലുള്ള സാധനം മാത്രമാണ് ആൾക്കാർ കാണുന്നത്. The moment people hear gym, then they'll think about syringes and steroids and muscles and whey protein and losing of kidney and other health issues. ആ സ്റ്റീരിയോടൈപ്പ് അതെല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പം ആൻഡ് റോണി കോൾമൻ്റെ അതുപോലെ ഇതുപോലെ ഷ്വസ്നഗറിൻ്റെ ഒക്കെ ഫോട്ടോസ്, ഇതാണ് ബേസ്. അപ്പോൾ ഈ ജിമ്മ് എന്ന കോൺസെപ്റ്റിനോട് ഐ തിങ്ക് പീപ്പിൾ ഡോണ്ട് ലൈക്ക്. അതായത് അവർക്ക് ജിമ്മിൽ പോകാൻ പറ്റുമോ, ജിമ്മിൽ പോകണം നല്ലതാണോ, ജിമ്മിൽ പോകുന്ന ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കാലാകാലവും പോകേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരു സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എയറിലുള്ളത്. വെൻ ഇറ്റ് കംസ് ടു ജനറൽ ഫിറ്റ്നസ് വരുന്ന സമയത്ത് ആളുകൾ നടക്കാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലറായിട്ട് ചെയ്യും. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംടൈംസ് നോട്ട് ഗുഡ് ഇനഫ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ആളുകൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു
ചേഞ്ച് പെർമനൻ്റ് ആയിട്ട് വരണം എന്ന് കണ്ട സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഹാബിറ്റ് ഫോർമേഷൻ കൊണ്ടുവന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വരുമ്പോൾ ഫാറ്റ് ലോസ് ആണെങ്കിലും മസിൽ ബിൽഡിംഗ് ആണെങ്കിലും, മസിൽ ബിൽഡിംഗ് ജനറലി വരിക യങ് പോപ്പുലേഷനാണ്. യങ് പോപ്പുലേഷൻ വരുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് മസിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മെയിൻ പ്രോബ്ലം ഈ പെട്ടെന്ന് വരുന്ന കാര്യം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഇന്ന് നട്ട നാളെ കിട്ടണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് പീപ്പിൾ വോണ്ട് അച്ചീവ് ദ ഗോൾസ്. ഈവൻ ഇഫ് ദേ അച്ചീവ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോബിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 2 സാറ്റിസ്ഫാക്ഷൻ, ഒന്ന് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള മോണിറ്ററി ആയിട്ടുള്ള പണം അതിൽ നിന്ന് കിട്ടും എന്നുള്ളതൊന്ന്. രണ്ടാമത്തത്, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീഷൻ ഓഫ് ദ ടാസ്ക് നമുക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് ഹാപ്പി ഹോർമോൺസ് ബോഡിയിൽ സെക്രീറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഗിവ്സ് എസ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. അപ്പം എൻ്റെ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയൻസിന് കിട്ടുന്ന റിസൾട്ടാണ്. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഒബ്വിയസ്ലി ഇഫ് ഐ എം എ പാഷനേറ്റ് പേഴ്സൺ ദെൻ ഐ വിൽ ഫീൽ ബാഡ്. ഇത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ മെയിൻ പ്രശ്നം, 100 ആൾക്കാർ വന്ന് ഒരു ജിമ്മിൽ കയറി കഴിഞ്ഞാൽ 90 ഡ്രോപ്പ് ഔട്ട്സ് ഇൻ ഫസ്റ്റ് 3 weeks. ഇത്രയും ടേൺ ഓവർ ഉള്ള സ്ഥലമാണ് ജിം. ലൈക്ക് അഡ്മിഷൻ ടേൺ ഓവർ, ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദ മോണിറ്ററി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രോസസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ് കംപ്ലീഷൻ കിട്ടാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഹാബിറ്റ് കംപ്ലീഷൻ. ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ്? അത് എന്താണ് മേജർ ഡിഫറൻസ് വരുന്നത്? ഇപ്പം നമ്മളൊരു ഒരു ഫിറ്റ്നസ് പ്ലാൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്നതും ഹാബിറ്റ് മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്നതും തമ്മിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എങ്ങനെ വരാം? അത് ഞാൻ ഐ വുഡ് ലൈക്ക് ടു റിലേറ്റ് ദാറ്റ് ടു എ ബുക്ക്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ്. ജെയിംസ് ക്ലിയർ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1% അറ്റ് എ ഡേ നിങ്ങൾ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ 1% നിങ്ങൾ ഡെയിലി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടിങ് പ്രകാരം 36.07% നിങ്ങൾ ബെറ്റർ ആവും ഇൻ എ ഇയർ. അതായത് 365 ദിവസം കൊണ്ട്. സെയിം സാധനം നിങ്ങൾ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ 0% ആവും 1 year. സോ ഇൻസ്റ്റെഡ് ഓഫ് പുട്ടിങ് 100% കംപ്ലീഷൻ, പെർഫെക്ഷനിസം നോക്കി എന്ന് ഞാൻ ഫുൾ ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കാതെ, എനിക്കിന്ന് 1% ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ 1% വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ഇഫ് ദേ ആർ ഗോണ ബി അലൈവ്, നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 2026 September 16 ആവും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മളൊരു 37% ബെറ്റർ ദാൻ ടുഡേ ഇൻ വോയിസ് ഓഫ് ഹെൽത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹാബിറ്റ് ട്രെയിനിങ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനറലി നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ്സിൽ നിന്ന് കുറേ വ്യത്യാസമുള്ളൊരു സാധനമാണ് ഇത് നേരത്തെ പറഞ്ഞ. സോ ഇപ്പോൾ ഒരാൾ, എനിക്ക് തോന്നുന്നു എല്ലാ കോൺവെർസേഷൻസിലും നമ്മൾ ഫിറ്റ്നസ് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചിന്തിക്കുക ഫെയിലിയേഴ്സാണ്. കാരണം നോബഡി ലൈക്ക് ഇപ്പം പറഞ്ഞാണെങ്കിൽ ഇപ്പം 100 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് 9 people 30 days കംപ്ലീറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഐ വാസ് എ വെരി എന്താ പറയുക കൺസിസ്റ്റൻറ്റ് പേഴ്സൺ, ബട്ട് ലാസ്റ്റ് 1 year ആയിട്ട് ട്രൈഡ് മൾട്ടിപ്പിൾ ടൈംസ് ബട്ട് നെവർ വർക്ക്ഡ്. ഇപ്പോൾ മേജർ റീസൺ ബീങ് വാസ്, ഇപ്പം എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ പല എക്സ്ക്യൂസസ് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. സമയമില്ല, ബിസിനസ്, വർക്ക്, അത് നിങ്ങൾക്ക് പറഞ്ഞ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഐ തിങ്ക് ദ ലാസ്റ്റ് 5 years നിങ്ങൾക്കും എന്തായാലും ക്ലയൻസ് വന്നിട്ടുണ്ടാവും. അഗെയിൻ ഓഫ് കോഴ്സ് നെവർ ഒരു 100 പേരുണ്ടെങ്കിൽ അതും അഡ്മിഷൻ ടേൺ ഓവറും നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ വിൽ കം ടേക്ക്, ബട്ട് ഒരിക്കലും അത് ഫോളോ ചെയ്ത് പോകണമെന്നില്ല. What do you think, എന്താണ് മേജർ റീസൺ ആയിട്ട് ലൈക്ക് യു ഫീൽ ലൈക്ക് വൈ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു സേ ഫോളോ അലോങ് അല്ലെങ്കിൽ ബി കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവുക? ബിക്കോസ് അപ്പം ആരും ജിമ്മിലേക്ക് ആരും പുഷ് ചെയ്തിട്ട് ഒരാളും വരുന്നുണ്ടാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അവരെന്തായാലും ജിമ്മിലോട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാംസിലോട്ടോ വരിക. എന്നാൽ പോലും എന്തുകൊണ്ട് നടക്കാത്ത? അത് നടക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി എല്ലാ ജീവികളും ലേസിയാണ്. ലേസിനെസ് ഇസ് എ പാർട്ട് ഓഫ് അവർ മൈൻഡ്. ഇപ്പം നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന ജീവികൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വേറെ നിങ്ങൾ ഏത് ജീവി എടുത്ത് നോക്കിയാലും അവർ ഭക്ഷണം കഴിച്ച് പിന്നെ അവർ ചെയ്യുന്ന സാധനം റെസ്റ്റാണ്. അപ്പം നമ്മൾ അത് ചെയ്യാത്ത ഒരു ജീവികളാണ്. അപ്പം നമ്മൾ ബേൺ ഔട്ട് ആവുന്നത് ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ നമ്മളിത് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഓൾഡ് ജനറേഷന് ഓപ്ഷൻസ് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ദേ വർ സ്റ്റാർവിങ് ആൻഡ് ദേ വർ ഗോയിങ് ടു എ സർവൈവൽ സ്റ്റേറ്റ്. അവർക്ക് ഇതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് നോക്കി കഴിക്കാനുള്ളൊരു ഓപ്ഷൻ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ്
എൻ്റെ മമ്മി ഉപ്പൊക്കെ പറയും ഫുഡ് കിട്ടാത്ത മഴക്കാലത്ത് ഫുഡ് കിട്ടാറില്ല ചില സമയത്ത്, ചില ദിവസം പട്ടിണിയായിരുന്നു എന്നുള്ളത് പറയായിരുന്നു. അപ്പം ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും ന്യൂട്രിറ്റീവായിട്ട് എങ്ങനെ കഴിക്കാമെന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി പറ്റൂല. ഇന്ന് ഐ ഹാവ് സീൻ റെസ്റ്റോറൻറ്റ്സ് ഫുള്ളാണ്, എസ്പെഷ്യലി കാലിക്കറ്റ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് കൂടുതലാണ്. ഐ എം നോട്ട് സെയിങ് പീപ്പിൾ ആർ ഇപ്പോൾ സ്റ്റാവ് ചെയ്യുന്ന ആൾക്കാർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിട്ട് പോലും ആളുകളെ ചെറുപ്പം മുതലേ ഇത് പഠിപ്പിച്ച് ശീലിപ്പിക്കാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ബിക്കോസ് നിങ്ങൾ പല്ലേക്കുന്നത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പല്ല് നാളത്തേക്ക് കേടാവുമെന്ന് വിചാരിച്ചിട്ടുള്ള ഭയം കൊണ്ടൊന്നല്ല നിങ്ങൾ ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഉമ്മ ചെയ്യിപ്പിച്ച്, അതുകൊണ്ട് നിങ്ങൾ വലുതായിട്ടും നിങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ഇത് ചെറുപ്പം മുതലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ you will do it at the end of the day. Because if I see like let's say എനിക്ക് you're gonna be a father soon, right? So നിങ്ങളുടെ മകനോ മകളോ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഡെയിലി കാണാനെങ്കിൽ എൻ്റെ ഉപ്പ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് they are most likely to do the same. അപ്പം അവർ കണ്ടതില്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാറില്ല, പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിള്ളേർക്ക്, ഇപ്പം എൻ്റെ ക്ലയൻറ്റ്സ് പറയുന്നത് ഞാൻ അറിയാണ്ട് നട്ടെല്ലാം കഴിച്ചു പോയി അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിച്ചു. അപ്പം ഇനി ഈ ചോക്ലേറ്റ് ആരാ വാങ്ങി വെക്കുന്നത്? അങ്ങനെ പിള്ളേർക്ക് വാങ്ങി വെക്കുന്നത്. പിന്നെ നിങ്ങൾ അതാദ്യം കുറക്കണം. പിള്ളേർക്ക് നിങ്ങൾ ന്യൂട്രിറ്റീവ് അല്ലാത്ത ഇതും കഴിപ്പിച്ചിട്ട് നിങ്ങൾ വേറെ കഴിക്കുമ്പോൾ അത് നടക്കില്ല. നിങ്ങൾ ഇപ്പം ആ ഒരു രീതി നടന്നാൽ ഇവരും വലുതായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പറയാം. ഇതാണ് മെയിൻ കാരണം. നമ്മൾ ചെറുപ്പത്തിൽ ശീലിപ്പിക്കാത്തതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് ജനറൽ നമുക്ക് വയ്യ, ഇനി ആ പണിയും കൂടെ അഡീഷണലി എടുക്കാൻ വയ്യ. ആൻഡ് വി തിങ്ക് എക്സസൈസും വർക്കൗട്ടും അല്ലെങ്കിൽ നമ്മളെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് ഒരു അഡീഷണൽ വർക്ക് പോലെയാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് അഡീഷണൽ ടൈം ഫോർ ഇറ്റ്. ഒരു 16 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു അരമണിക്കൂർ വർക്കൗട്ട് ഇടാന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡസൻ ലൈക്ക് ടു ഡു മോർ ആക്ടിവിറ്റീസ്. ബ്രെയിൻ ലൈക്ക് ടു റെസ്റ്റ് സംടൈംസ്, മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ. അപ്പോൾ ഇപ്പോൾ ഒരു ഇതേപോലെ ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ വർക്ക് ഒരു 8 to 10 hours a day. ഇങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൗ ക്യാൻ ദേ ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത്? Taking care of the health comes from very basic choice you make in your life. For example, I'll just give you an example. ഞാനിപ്പോൾ മേ ബി ഒരു ഇയറായി ഞാൻ കൃത്യമായിട്ട് ജിമ്മിൽ പോകാറില്ല. ലൈക്ക് ഞാൻ എന്നെ പറ്റി പറഞ്ഞ പിന്നെ ടോപ്പാക്കി പറയണ പോലെ ഓൾറെഡി അതിലേക്ക് ക്ലയൻറ്റ് എടുക്കാം. ഓക്കെ. സോ റിസ്വാൻ, യു ആർ ഗോയിങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളെ ഫ്രണ്ട് ഒരു ക്വാർട്ടർ മന്തി ഫുൾ കഴിക്കും. ഓക്കെ. ആൻഡ് റിസ്വാൻ അതിൽ ഒരു പീസ് ചിക്കനും ആ ക്വാർട്ടർ മന്തിന്ന് അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് റൈസും എടുത്ത് കഴിക്കുമ്പോൾ യു കൺസ്യൂം ലെസ് എനർജി. ഓക്കെ. ആവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. ഹി ആഡ്സ് മോർ മയണൈസ് ആൻഡ് ഈറ്റ്. അത് മൊത്തം മയണൈസ് കഴിച്ച് അതും കഴിച്ചു. കാരണം ഓയിൽ ഓൾറെഡി ഉണ്ടാവും മന്തിയിൽ. അങ്ങനെ മേലെ മയണൈസും ഓയിലാണ്. ഓയിൽ ഹാസ് മോർ കാലറീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ ഹൂസ് ഗോണ ബിക്കം ഹെൽത്തി? യുവർ ഫ്രണ്ട്. യു വിൽ ബിക്കം ഹെൽത്തി ബിക്കോസ് യു മെയ്ഡ് ദ ചോയ്സ്. ആ ചോറ് മുഴുവൻ കഴിക്കാന്നുള്ള ചോയ്സ് യുവർ ഫ്രണ്ട് ഹാസ് മെയ്ഡ്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്ത് അത് കുറച്ച് കഴിക്കാന്നുള്ള ചോയ്സ് എടുത്തു. സോ ഇങ്ങനത്തെ ചോയ്സസ് ആണ് ദാറ്റ് കീപ്പിംഗ് യു ഹെൽത്തി ഓവർ ലോങ് ടൈം or a period of time. Okay. So it's not about whether you follow a strict diet for 30 days or not. No. ഇങ്ങനത്തെ ചോയ്സസ് ആണ് ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ബിക്കോസ് കുഞ്ഞു ചോയ്സ്. യാ ബിക്കോസ് ഏത് ലൈഫിലും നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാര്യങ്ങളെല്ലാം യു ഡോണ്ട് പ്ലാൻ ഇൻ അഡ്വാൻസ്. ബട്ട് നിങ്ങളുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് വാട്ട് ടു ഈറ്റ് ആൻഡ് ഹൗ മച്ച് ടു ഈറ്റ്. ഞാനൊരു എക്സാമ്പിൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ മാത്രമുള്ളത് പറഞ്ഞതാണ്. സോ യു വിൽ ഹാവ് ചോയ്സസ് ദെയർ. അവിടെ പോയാൽ പോലും അൺഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തീരെ ടേക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് ഈ വണ്ണം കൂടി വരുന്നതും അസുഖങ്ങൾ വരുന്നതും. സോ ഇസ് ഇറ്റ് ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് യു ഈറ്റ്, പക്ഷെ തിന്നുന്നത് കുറച്ച് കഴിക്കുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്? ഡസൻറ്റ് മാറ്റർ വാട്ട് യു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂട്രിറ്റീവ് അല്ല കഴിച്ചത് എന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഹാവ് എ ഗുഡ് മൈൻഡ്. ഓക്കെ. യു വിൽ ക്രേവ് ഫോർ മോർ ഫുഡ്. സോ നിങ്ങളെ ബോഡിയിൽ സറ്റൈറ്റി എന്ന് പറയും, നമ്മൾക്ക് മതിയാവുന്ന ഒരവസ്ഥ. ഈ മതിയാവുന്ന ഒരവസ്ഥ നമുക്ക് വന്നാൽ പോലും നമ്മൾ കഴിച്ച ഭക്ഷണം ന്യൂട്രിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സിഗ്നൽ ബ്രെയിന് കൊടുക്കും. എന്തിന്? കൂടുതൽ ഫുഡ് കഴിക്കാൻ. ആക്ച്വലി ബ്രെയിൻ പറയുന്നത് കൂടുതൽ ഫുഡ് കഴിക്കാനല്ല, ന്യൂട്രീഷൻ കഴിക്കാനാണ്. ബട്ട് നമുക്ക് കിട്ടുക വിശപ്പായിട്ടാണ്. സോ വിൽ ഈറ്റ് മോർ. സോ ഹൗ ടു ബി ഈ സറ്റൈറ്റി എങ്ങനെ നമ്മൾ ഫുൾഫിൽ ചെയ്യുക? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്സ്? ഇപ്പോൾ ഒരു ജനറൽ ഒരു മലയാളിയുടെ പെർസ്പെക്റ്റീവ് എടുക്കാം ഞാൻ.
നമ്മൾ രാവിലെ ദോശ, ഇഡ്ഡലി, പൂരി, വട, ഇതൊക്കെയാണ്, ഉപ്മ, ഇതൊക്കെയാണ് ജനറലി കഴിക്കുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മളിക്കൊന്ന് മലബാർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അപ്പങ്ങൾ, ചിലപ്പം പൊരിച്ച പത്തിരിയൊക്കെ കഴിക്കും. ഉച്ചയ്ക്ക് മിക്ക ആൾക്കാരും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. വൈകുന്നേരം ഒരു ചായ ഉണ്ടാവും, ചിലപ്പോൾ ചായയുടെ കൂടെ ചിലപ്പോൾ ഒരു സമൂസയോ കടി എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും പത്തിരി, ചിലപ്പോൾ നെയ്ച്ചോറ്, ചോറ്, അല്ലാന്നുണ്ടെങ്കിൽ ദോശ, വീണ്ടും ഇത് ഐറ്റംസ് തന്നെ വരും. സോ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മലയാളി, ഹൗ ഈ ചോയ്സസ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് എന്ന് പറയുന്ന സാധനത്തിലേക്കായിട്ട് വാട്ട് ചേഞ്ചസ് വുഡ് യു മേക്ക്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വരാം? ഇതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യാൻ വെച്ചാൽ ഒരു ബാലൻസ്ഡ് മീൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യു ഡോണ്ട് നീഡ് റോക്കറ്റ് സയൻസ് ഫോർ ദാറ്റ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ റീൽസിലും അവിടെ ഇവിടെയൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഏതാണോ അത് ആദ്യം ഫില്ല് ചെയ്യാം. കാർബോഹൈഡ്രേറ്റ് യു ഡോണ്ട് ഹാവ് ടു മൈൻഡ് ബിക്കോസ് യു ആർ ഗോണ ഈറ്റ് ഇറ്റ് വിൽ ബി ഈസിലി അവൈലബിൾ. എന്തായാലും ചോറും പത്തിരിയും ഒക്കെ ഇല്ലാത്ത വീട് കോഴിക്കോട് ഉണ്ടാവില്ല. അപ്പം കാർബോഹൈഡ്രേറ്റ് ഇസ് സോർട്ടഡ് ദെയർ. അപ്പം 4 പത്തിരി തിന്നതിന് പകരം 2 പത്തിരി തിന്ന, എഗ്ഗ് ആഡ് ചെയ്യാം, ഫിഷ് ആഡ് ചെയ്യാം, പൾസസ് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ വലിയൊരു ഭാഗം ഇത് ആഡ് ചെയ്യാം. ദെൻ ഫൈബേഴ്സ് ആഡ് ചെയ്യാം, അതായത് പച്ചക്കറി ആയിട്ടുള്ളത് നന്നായിട്ട് കഴിക്കുക. മസാല കുറച്ച് കുറയ്ക്കുക. മസാല കുറച്ചാൽ തന്നെ നിങ്ങളുടെ ബ്ലോട്ടിങ് കാര്യങ്ങൾ, ഈ വയറിൻ്റെ തള്ളിച്ചെല്ലാം കുറയും. യു വിൽ ഫീൽ ഗുഡ്. സോ ഇത്തരം രീതിയിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഫുൾ ആൻഡ് യുവർ ബോഡി റിസീവ്സ് ഇനഫ് ന്യൂട്രീഷൻ. അപ്പോൾ ബോഡിക്ക് നല്ല ന്യൂട്രീഷൻ കിട്ടി കഴിഞ്ഞാൽ യുവർ ബ്രെയിൻ വിൽ ബി സെയിങ് ഓക്കെ, എനിക്ക് ഫുഡ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, ഡോണ്ട് ഈറ്റ് മോർ. ക്രേവിങ്സ് വരില്ല. മറ്റത് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്കൊരു 3 എഗ്ഗ് കഴിക്കുക ഡെയിലി. ഒരു 8 ദിവസം നോക്കിയാൽ മതി. അപ്പോൾ ഈ 8 ദിവസം നോക്കുമ്പം അവർക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം ഈ 8 ദിവസം 3 എഗ്ഗ് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചയാവുന്നവരെ ഈ ചോക്ലേറ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ ഇങ്ങനെയുള്ള ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ് കുറയും. ഓക്കെ, ഇത്തരം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ വാട്ട് മാറ്റേഴ്സ് മോർ, ഡയറ്റ് ആണോ എക്സസൈസ് ആണോ? ഇറ്റ്സ് ഓൾവേസ് ഡയറ്റ്. ഇറ്റ്സ് ഓൾവേസ് ഡയറ്റ്. അപ്പോൾ എക്സസൈസ് ഇല്ലാണ്ട് നമുക്ക് ഡയറ്റ് മാത്രം വെച്ചിട്ടായിട്ട് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാം. ബട്ട് മൂവ്മെൻറ്റ്സ് ആർ നെസസറി. ലൈക്ക് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഡയറ്റ് മേക്സ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫുഡിൻ്റെ സ്റ്റൈല് ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ബാഡ്ലി എഫക്റ്റ് ചെയ്യും നിങ്ങളെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആർട്ടറി ക്ലോഗിങ് ആയിട്ടുള്ള ഫുഡ്, അതായത് ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റുള്ളൊക്കെ ഫുഡ് നിങ്ങൾ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ്. ഇറ്റ് ഹാവ് ലൈക്ക് സിമിലർ എഫക്ട്സ്. ദെൻ മൂവ്മെൻറ്റ് നെസസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, മൂവ്മെൻറ്റ് ഈസ് നെസസറി. ബട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫുഡെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഞാൻ പറയും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ മൂവ്മെൻ്റ് കാര്യം പറഞ്ഞപ്പോൾ നമ്മളെപ്പോഴും അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും ദേ ട്രൈ ടു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് കൗണ്ട് ചെയ്തിട്ട് പല ആൾക്കാരും ഫിറ്റ്നസ് വാച്ചൊക്കെ വാച്ചിട്ട് നോക്കും, ഞാൻ ഒന്നും നടക്കണില്ല, അറ്റ്ലീസ്റ്റ് സ്റ്റെപ്സ് എങ്കിലും കൗണ്ട് ചെയ്യുക. 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടായിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ എപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടിട്ടുള്ളൊരു സാധനമാണ്. റീസെൻ്റ്ലി സോ ഈ വീഡിയോ എവറി 45 minutes നമ്മളൊരു 10 സ്ക്വാട്ട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് 10,000 steps a day എന്ന് പറയുന്നത്. അത് ഒന്ന് ഡീറ്റെയിൽ, ഐ മീൻ കൂടുതൽ അത് ഒരു സ്കാൻഡിനേവിയൻ്റെ സ്കോട്ടഡ് ദി സൈറ്റേഷൻ. അതിൽ ഒരു റിസർച്ചാണ് സ്കാൻഡിനേവിയൻ, ഒരു ചെറിയ പൈലറ്റ് സ്റ്റഡി നടന്നതാണ് 2024. അത് നടന്ന സ്റ്റഡി April 6, 2024 ഐ ഗെസ്. നടന്ന സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, 8.5 hours 8.5 മണിക്കൂർ നടന്നൊരു പഠനമാണ്. അതിൽ എല്ലാ 45 മിനിറ്റും എന്ത് ചെയ്തു, 10 സ്ക്വാട്ട് വെച്ച് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് ദി എമൗണ്ട് ഓഫ് മസിൽ കൺട്രാക്ഷൻ ദേ ഹാഡ്, അതായത് അവരുടെ മസിൽസിനുള്ള കോൺട്രാക്ഷനും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു 10,000 steps. അപ്പം അത് ലൈക്ക് മാത്തമെറ്റിക്കലി ഇക്വലൻ്റ് അല്ല, ബട്ട് മോർ ബെനിഫിഷ്യൽ ദാൻ ദ 10,000 steps വാക്കിംഗ്. പിന്നെ 10,000 steps വാക്കിംഗ് വന്നത് ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ജപ്പാനിൽ ഒരു പെഡോമീറ്ററിൻ്റെ ഒരു കമ്പനി ഇറക്കിയതാണത്. ഓക്കെ ലൈക്ക് ദർ വാസ് പെഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോണിലുണ്ട് എത്ര നടക്കുന്ന സ്റ്റെപ്സ്. ഇത് ആദ്യം ഇങ്ങനെ ഒരു മെഷീനായിരുന്നു ചെറിയ. സോ ഇത് വെച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യുമായിരുന്നു. സോ ആ കമ്പനി ഇറക്കിയതാണ് 10,000 steps നടന്നാൽ. ആൻഡ് 10,000 steps നടക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 450 to 50 calorie 450 calorie സ്പെൻഡ് ആവും. ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. ഈ ഒരു പഠനം പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഓഫ് 10,000 steps വാക്കിംഗ്, ബട്ട് സ്ക്വാട്ട്സ് ആർ മോർ ബെനിഫിഷ്യൽ. ഓക്കെ, ബിക്കോസ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോവർ ബോഡിക്ക് വേണ്ടത്ര എക്സർസൈസും കിട്ടുന്നില്ല. നടക്കുക എന്നുള്ളതൊരു ബിഗ് എക്സസൈസ് കാറ്റഗറിയിൽ വരുന്നല്ല. ദോസ് ആർ ലോ ഇമ്പാക്ട് ആക്ടിവിറ്റി വിച്ച് യു ആർ സപ്പോസ് ടു ഡു.
നമ്മൾ നടന്നിട്ടാണ് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം കാറും ബൈക്കും വന്നുകൊണ്ട് നമ്മൾ എണ്ണി എടുക്കേണ്ട അവസ്ഥ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ അഗെയിൻ നിങ്ങളെ പേജിൽ പോയി കഴിഞ്ഞാൽ ക്യാൻ സീ എ ലോട്ട് ഓഫ് മറ്റെന്താ പറയുക സിമ്പിൾ ബോഡി വെയിറ്റ് കൊണ്ടാണ് പല കാര്യങ്ങളും സ്ട്രെച്ചസ്, ലോ ഇമ്പാക്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നീ പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങൾ. പക്ഷേ ജനറലി നമ്മൾ ഈ നീ പെയിൻ, ബാക്ക് പെയിൻ എന്നൊക്കെ പറയുന്ന സമയത്തായിട്ട് ആൾക്കാർ വളരെ പേടിക്കുന്ന സാധനമാണ്. റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ബാക്ക് പെയിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹവ് ഹേർഡ് ഫ്രം സോ മെനി പീപ്പിൾ ദാറ്റ് അത് ഇൻക്യൂറബിൾ ആണ്. ബാക്ക് പെയിൻ വന്നാൽ നമ്മളെ ലൈഫ് ലോങ് അത് എടുത്തിട്ട് പോകണം. നീ പെയിനും പലതരത്തിലും ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വാട്ട് ഈസ് റൈറ്റ് അബൌട്ട് ദാറ്റ്, വാട്ട് ഈസ് റോങ് അബൌട്ട് ദാറ്റ്? എന്തൊക്കെയാണ് നീ പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ ആയിട്ട് ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ചെയ്ത നാളെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നീ പെയിൻ, ബാക്ക് പെയിൻ മാറില്ല. പിന്നെ ഈ പെയിൻ എനിക്ക് L4-L5 ഡിസ്ക് ബൾജ് ഉണ്ട്. ദ റീസൺ ബീങ് ഐ കനോട്ട് ലിഫ്റ്റ് അലോട്ട് ദീസ് ഡേയ്സ്. ഞാൻ ആദ്യം ലിഫ്റ്റ് ചെയ്ത പോലെ എനിക്കിപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ സീ മൈ ബോഡി ഇസ് നോട്ട് ദാറ്റ് ബിൽഡ് അറ്റ് ദ മൊമെന്റ്. നീ പെയിൻ, ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള പെയിനുകൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രൊഫഷണൽസ് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഒരു അവയർനെസ് ആയിട്ട് ഇടുന്നതാണ്. റീസൺ ബീങ് ആൾക്കാരുടെ വിചാരം ഇതൊരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല, ഇത് മസാജും കിഴിയും പിടിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്നുള്ളതാണ്. ബട്ട് എനിക്ക് മാറിയത് ഞാൻ ഫിസിയോൻ്റെ അടുത്ത് പോയിട്ടാണ്. ഞാൻ MRI ചെയ്തു, ഫിസിയോ പറഞ്ഞിട്ട് ഓർത്തോ കാണിച്ചു. ഇതിൻ്റെ വർക്ക് ഫ്ലോ വരുന്നത് ഓർത്തോ കാണിച്ചു, ഓർത്തോ MRI ചെയ്തിട്ട് ദെൻ ഫിസിയോൻ്റെയൊക്കെ റെഫർ ചെയ്തു. ഫിസിയോ എനിക്ക് എക്സസൈസ് പറഞ്ഞു തന്നു. ദെൻ സിൻസ് ഐ നോ ദോസ് എക്സസൈസ് ഓൾറെഡി, അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തപ്പം എനിക്കത് മാറുകയല്ല, മാനേജ് ചെയ്ത് വിൽ നോട്ട് ഗോ ഫോർ എവർ. അതിപ്പോൾ എനിക്ക് L4-L5 ഡിസ്ക് ബൾജ് ഉള്ളത് കൊണ്ട് എനിക്ക് എന്നേക്കുമായി ഈ ബാക്ക് പെയിൻ ഇല്ലാണ്ടാവുന്നില്ല. ബട്ട് ഐ ക്യാൻ മാനേജ്. എന്നും ഞാൻ പെയിനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദിസ് ഡിഫേഴ്സ് ടു ദ റീസൺസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബാക്ക് പെയിൻ വരാം. സ്റ്റിഫ്നെസ് ആവാം, അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ ആവാം. ഇങ്ങനത്തെ ഒരുപാട് കേസസ് വരാം, സിവിയർ ആയിട്ടുള്ള കേസസ് വരാം. ഡിപ്പെൻസ് ഓൺ ഇപ്പം നിങ്ങളുടെ എക്സസൈസ് ചെയ്താൽ മാറും എന്ന് നിങ്ങളോട് ഓർത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എക്സസൈസ് ചെയ്താൽ ഞാൻ മാറും. ഓക്കെ. അപ്പോൾ ഇതിന് ഫസ്റ്റ് തന്നെ പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പെയിൻ പോകുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറെ കാണിക്കുക, പെയിൻ പോകുന്നവരെ റെസ്റ്റ് എടുക്കുക. ഈ റെസ്റ്റ് എടുത്തതിന് ശേഷം ഫിസിയോ അല്ലെങ്കിൽ ഓർത്തോ തന്നെ കാണിച്ചു തന്ന എക്സസൈസസ് ഉണ്ടാവും, അത് ചെയ്യുക. അത് കൃത്യമായി എന്നും ചെയ്യാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നും ചെയ്യുക. ഇവൻച്വലി അത് മാറും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ നല്ലൊരു വെയിറ്റിൽ നിൽക്കുക, നല്ല സ്ട്രെങ്ത് ലെവലിൽ നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ബാക്ക് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്ക് പെയിൻ ഉള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ പെയിൻ ഉള്ളത് ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുക. പെട്ടെന്ന് പോയി ഹെവി ലിഫ്റ്റിംഗ് ഓൾ ഓഫ് എ സഡൻ എടുക്കാണ്ടിരിക്കുക. കിടക്കുന്ന ബെഡ് അത് നല്ല സപ്പോർട്ടുള്ള ബെഡാണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇരിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ, ഇപ്പം ഇങ്ങനെ ഇരുന്ന് എനിക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാതിരിക്കാൻ ശ്രമിച്ച് ഏതാണോ കംഫർട്ടബിൾ ആ പൊസിഷനിൽ ഇരുന്ന് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ 3-4 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ദ പെയിൻ ഇറ്റ് സെൽഫ് വോണ്ട് ഗോ അവേ ഫോർ എവർ, ബട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്ന് എനിക്കിപ്പം പെയിൻ ഇല്ല, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ പെയിൻ വരും, ലിഫ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ചില സമയത്ത് പെയിൻ വരില്ല, ഡിപ്പെൻസ്. ഇത് എൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ചില ആൾക്കാർക്ക് സിവിയർ കേസ് ആക്കി, ചില ആൾക്ക് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്താൽ തന്നെ ഇങ്ങനെ മടങ്ങി എന്തെങ്കിലും താഴെ എടുക്കുമ്പോൾ തന്നെ പെയിൻ വരും. ബട്ട് അതൊക്കെ ഫിസിയോ എക്സസൈസ് ചെയ്താൽ മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അവേ. ഓക്കെ. ഇപ്പോൾ ഹെൽത്തി വെയിറ്റിൻ്റെയും ഹെൽത്തി സ്ട്രെങ്ത്തിൻ്റെയും കാര്യം പറഞ്ഞു. ക്യാൻ യു ഡിഫൈൻ ഇപ്പോൾ എന്താണ് ഹെൽത്തി വെയിറ്റ് എന്ന് പറയുമ്പോൾ, ഹെൽത്തി സ്ട്രെങ്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിലായി ഇപ്പം ഞാനൊരു ഹെൽത്തി വെയിറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി സ്ട്രെങ്ത്തിലാണെന്നുള്ള സാധനം? ഹെൽത്തി വെയിറ്റിൽ മെയിൻലി BMI നോക്കുക എന്നുള്ളതാണ്. പക്ഷേ BMI എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല. നമ്മൾ നല്ലൊരു എന്താ പറയുക, നമുക്കൊരു 2 മിനിറ്റ് ഓടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് പ്ലാങ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് പ്ലാങ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം കോർ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. നിങ്ങൾക്ക് 1 മിനിറ്റ് ഓടാൻ പറ്റുന്നുണ്ട്, അത്ര പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. 2 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നിങ്ങൾ കിതയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാമിന ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് അർത്ഥം. നിങ്ങൾക്ക് താഴേന്ന് ഒരു 15 കിലോൻ്റെ ടേബിൾ എടുത്ത് മേലോട്ടേക്ക് വെക്കുമ്പോഴേക്കും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാം. ദിസ് ഫങ്ഷനാലിറ്റി ഡിഫേഴ്സ് ടു ദ പേഴ്സൺ. ഇപ്പം ഞാൻ നല്ല വെയിറ്റ് എടുത്ത്, ഇപ്പം ഞാനൊരു വെയിറ്റ് എടുക്കുന്ന വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എനിക്ക് ഒരു നോർമലി ഒരു 25 കിലോൻ്റെ ഒരു സ്റ്റാക്ക് എടുത്ത് എനിക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫങ്ഷനാലിറ്റി അനുസരിച്ചിട്ട് എനിക്ക് സ്ട്രെങ്ത് ഇനഫ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഞാൻ ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ നോക്കി എനിക്ക് പറ്റും. ബട്ട് ദർ ഇസ് എ സ്ട്രെസ് ഉണ്ട്. നമുക്ക് 100 കിലോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല വെയർ ഹൗസിൽ. ബട്ട് ജനറലി നമുക്ക് പറ്റുന്ന വെയിറ്റും കാര്യങ്ങളും എടുത്ത് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഡു നോട്ട് ഹാവ് ഇനഫ് സ്ട്രെങ്ത് എന്ന് അർത്ഥം. ഓക്കെ, ഓൾ റൈറ്റ്. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഫോർ ഐ തിങ്ക് വർക്കിംഗ് പ്രൊഫഷണൽസ്, സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, എന്നെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിട്ട്.
entrepreneurs, working professionals and people who work. ഇപ്പോൾ സമയമില്ലാന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം what will be like, 3 things അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്തായിരിക്കും? സമയമില്ലാത്ത പറയുന്ന ആൾക്കാരെ ഫോൺ ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ട് അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുക. ഓക്കെ. അതായത് സ്ക്രീൻ ടൈം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ വാദം ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ആണ് ഫാസ്റ്റസ്റ്റ്. സ്ക്രീൻ ടൈം ഓക്കെ ആണ്, ഇല്ല ഞാൻ ഒട്ടുമില്ല, 7 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റ്, ഓക്കെ then I will believe them. അങ്ങനെയുള്ള ആളുകൾക്ക് ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യും. ടൈം മാനേജ്മെൻറ്റ് ബേസിക് ആണ്. അവർ എന്തൊക്കെയാണോ ഡെയിലി ചെയ്യാനുള്ളത് അത് തലേ ദിവസം എഴുതി വെക്കുക, അതിനെ ടൈം എഴുതി വെക്കുക. 100% നിങ്ങൾക്ക് 20 മിനിറ്റ് ഉണ്ടാവും. പോട്ടെ 15 മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. ഈ 15 മിനിറ്റ് ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്തില്ല. ബിക്കോസ് നിങ്ങൾ ഏത് ജിമ്മിൽ പോയി കഴിഞ്ഞാലും ലൈക്ക് ലെറ്റ്സ് ടേക്ക് എ പ്രീമിയം ജിം, ഓൺടർപ്രണേഴ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ, ബിസിനസ്മാൻമാരാണല്ലോ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആൾക്കാർ. എത്ര ആൾക്കാരുണ്ടെന്നറിയാം ഈ ബിസിനസ് 2-3 ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ ജിമ്മിൽ പോകുന്നത്. സോ അത് നെസസറി ആണ്, എനിക്കത് വേണം. എൻ്റെ എല്ലാം ഉണ്ടായി കഴിഞ്ഞാലും ഹെൽത്തിൽ എനിക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് ടൈം കണ്ടെത്തി അവർ പോകുന്നതാണത്. സോ അതിൽ നമ്മൾ ഒന്ന് ആ മൈൻഡിന് പാരഡൈം ഷിഫ്റ്റ് നമ്മൾ ചെയ്യണം. 2 ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ടു ഡു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ടൈം വെള്ളം പോലെയാണ്, ലീക്കാവും. ഇത് എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ നോക്കാം. എനിക്കൊക്കെ ആ പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ളപ്പോൾ മാത്രം ഞാനത് ഇൻസ്റ്റാൾ ചെയ്യും. യൂട്യൂബ് ഞാൻ എന്നിട്ട് ഇപ്പം 2-3 സെറ്റ് എനിക്കിപ്പം ഈ ഒരു ട്രെൻഡ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കൊമൻസിന് റിപ്ലൈ ഒക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഞാൻ ആ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് സമയത്തിൽ പോകുന്നുണ്ട്. രാവിലെ എണീച്ചാൽ നേരെ പോകുന്നത് ഇവിടേക്കാണ്. ഓക്കെ, ആദ്യം പോകുന്നത് ക്ലയൻസിന് റിപ്ലൈ കൊടുക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഹാബിറ്റ് മാറി ഈ ഹാബിറ്റ് റീടേക്ക് ചെയ്ത് വരുന്നപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ആ ട്രിഗർ കട്ട് ചെയ്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എന്തായാലും പറ്റും. ഇപ്പോൾ സേ ഒരാൾക്ക് ഒരു 15 മിനിറ്റ് ഉണ്ട്, പോട്ടെ ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, അതേ ഉള്ളൂ എന്ന് വെച്ചാൽ what should they do? കാർഡിയോ ആയിരിക്കോ ഫോക്കസ് ചെയ്യുക, സ്ട്രെങ്ത് ആയിരിക്കോ, ബോഡി ഫങ്ഷനിലായിരിക്കോ, what kind of exercise? സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് സുപ്പീരിയർ. ലൈക്ക് ഞാൻ വായിച്ച മാഗസിൻസ് റിസർച്ചിലൊക്കെ സുപ്പീരിയർ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ മതി. സ്ട്രെങ്ത് ട്രെയിനിങ് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഡംബൽസ് എടുത്ത് ചെയ്യാം, ബോഡി വെയിറ്റ് വെച്ചിട്ട് ചെയ്യാം, റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിലെ എക്വിപ്മെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് കൃത്യമായി നിങ്ങൾ ആ എക്സർഷൻ മസിൽസിന് കൊടുത്ത് മസിൽ കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലേഡീസാണ്. ആണുങ്ങൾക്ക് 20 ടൈംസ് കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ ഉള്ളതുകൊണ്ട് മസിൽ ലോസ് കമ്പാരിറ്റീവ്ലി വിമനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ ലിഫ്റ്റിംഗ് ആണ് ഏറ്റവും സുപ്പീരിയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ കംസ് ഫങ്ഷനാലിറ്റി. ഫങ്ഷനാലിറ്റി ഓഫൻ എന്താ പറയുക ഓവർലുക്ക്ഡാ. കാരണം ഫങ്ഷനാലിറ്റി എന്നാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലി ജീവിതശൈലി എന്താണോ അതനുസരിച്ചിട്ടായിരിക്കണം ഞാൻ ട്രെയിനിങ് ചെയ്യേണ്ടത്. ഞാൻ കംപ്ലീറ്റ്ലി 8 മണിക്കൂർ 10 മണിക്കൂർ ഇരുന്ന് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് മസിൽ സ്റ്റിഫ്നെസ്സും പോസ്റ്റർ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ സ്റ്റിഫ്നെസ് വരാത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. അത് നിർബന്ധമാണ്. ഇപ്പം ഞാൻ വലിയ വെയിറ്റ് എടുക്കുന്ന ഒരു വെയർഹൗസ് വർക്കർ ആണ്, അല്ലെങ്കിൽ ഒരു പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ആക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്ത് ഞാൻ എന്നെ സെറ്റാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗോണ എഫക്റ്റ് യു ഇൻ ലോങ് റൺ. ഓക്കെ, അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 20 മിനിറ്റ്സിൻ്റെ വർക്കൗട്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെറ്റ്സ് ഇൻക്ലൂഡ് സേ സ്ട്രെങ്ത് മാത്രം വീട്ടിൽ നിന്ന് ചെയ്യുകയാണെന്ന് സേ ഞാൻ സേ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 മിനിറ്റ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. ദർ ഇസ് നോ വെയിറ്റ് ആൻഡ് നത്തിങ്, ഓൺലി ബോഡി വെയിറ്റ് മാത്രമേ ഉള്ളൂ. സോ വാട്ട് കൈൻഡ് ഓഫ് എക്സസൈസ് ക്യാൻ ഐ പുൾ ഇൻ? ഇതിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേസ്. ഓക്കെ, ഇപ്പോൾ ജനറലി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോർമൽ ബോഡി വെയ്റ്റ്സ് ചെയ്യാം. ദെൻ YTs എന്നൊക്കെ പറഞ്ഞ എക്സസൈസസ് ഉണ്ട് ഫോർ യുവർ അപ്പർ ബാക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുൾ ലൈക്ക് ഫേസ് പുൾസ് ഒക്കെ ചെയ്യാം. ഫേസ് പുൾസ് ഒക്കെ ഗുഡ് ഫോർ യുവർ ഈ ഡീവിയേഷൻ വരും, ഹഞ്ചിങ് വരില്ല. ഇവിടെ ഹഞ്ചിങ്ങിനൊക്കെ പുള്ളിങ് എക്സസൈസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അത് നമുക്ക് ജിമ്മിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ജിമ്മല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ മൂവ്മെൻറ്റ് ചെയ്യാം. ടവൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. ടവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജനലിൻ്റെ മേലെ കുടുക്കിയിട്ട് ഇതേ പൊസിഷനിലുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാം. പ്രൊണേറ്റഡ് ആയിട്ട് കിടന്നിട്ട്, അതായത് ഇങ്ങനെ കിടന്നിട്ട് ഇനി കമിഴ്ന്ന് കിടക്കാതെ പറയാം,
ഞാൻ ഫേസ് താഴേക്കാക്കി കിടക്കുന്നതിന് എന്താ പറയുക, തമിഴ്നാട് കമിഴ്ന്ന് കിടന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൻ്റെ പ്രൊണേറ്റഡ് പൊസിഷനിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ബാക്ക് നിങ്ങൾക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഓവറിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ബട്ട് മസിൽസ്, നിങ്ങളുടെ ബട്ടിൻ്റെ മസിൽസ്, പിന്നെ ഉള്ളിൽ ഹിപ്പ് ഫ്ലെക്സർ എന്ന മസിൽസ് ഉണ്ട്, ഇതൊക്കെ സ്റ്റിഫാകും. ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചസും ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതിൽ ആഡ് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മെയിൻലി ലോവർ ബോഡി ബിൽഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ചെയ്യാം ആ സമയത്ത്. 20 minutes is quite enough. സ്ക്വാട്സ്, ലഞ്ചസ്, ഡിപ്പെൻസ് യുവർ ലെവൽ. ചെറിയ ചെയർ സ്കോട്ട് വെച്ചിട്ട് തുടങ്ങിയാൽ മതി. ഞാൻ അതെല്ലാം റീൽസ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് വെരി ഈസി. പിന്നെ ഒരു ജനറൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡി വെയിറ്റ് ഈസ് ക്വൈറ്റ് ഇനഫ് ഫോർ എ സ്റ്റാർട്ട്. ഒരു 3 months ഒക്കെ, ഒരു 2 months ഒക്കെ നമുക്ക് ബോഡി വെയിറ്റ് തന്നെ മതി. ലൈക്ക് ഇഫ് യു ക്യാൻ ആഡ് ഡംബൽസ്, നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് കുറച്ചും കൂടെ ചെയ്യാം, വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഓൾ ദാറ്റ്. ബട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ല തന്നെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. ആൻഡ് ഈ ബോഡി വെയിറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് പ്ലസ് കാർഡിയോ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പം ത്രസ്റ്റേഴ്സ് ഉണ്ട്, സ്ക്വാട്ട് ചെയ്തിട്ട് ഷോൾഡർ പ്രസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇൻ്റർവെല്ലിൽ കുറച്ചായിട്ട് എടുക്കുക, കിതപ്പുണ്ടാവും, നല്ല ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അപ്പം അത് കാർഡിയോവാസ്കുലർ എൻട്രൻസിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഷോൾഡർ പ്രസ് ചെയ്യും, ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് സ്ക്വാട്ടിനും അഡീഷണൽ മസിൽസിന് അഡീഷണൽ പണി വരും, ഷോൾഡേഴ്സിന് അഡീഷണൽ പണി വരും. അപ്പോൾ ഇത് എന്താണ്, നിങ്ങൾക്ക് സ്ട്രെങ്ത്തും ബിൽഡ് ചെയ്യാം, കാർഡിയോ ബിൽഡ് ചെയ്യാം. സോ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അതിൽ എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറഞ്ഞു. അതായത് സ്ട്രെങ്ത് എക്സസൈസ് ഏറ്റവും കൂടുതൽ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലേഡീസിനാണെന്നുള്ള സാധനം. പക്ഷേ ഒരു ജനറൽ അവയർനെസ് നേരെ ഓപ്പോസിറ്റ് അല്ലേ? അത് ബേസിക്കലി ലേഡീസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കാവും. ലേഡീസ് സുംബ, കാർഡിയോ, ജസ്റ്റ് ബൈക്കിങ് കാര്യങ്ങളും മൗണ്ടിങ് മാത്രമല്ലേ? സോ അത് റോങ് കൺസെപ്റ്റ് എന്നാണ്. എൻറ്റയർലി റോങ്. ഒരു തരത്തിലും ശരിയില്ല അതിൽ. സോ വുമൻ ഷുഡ് ലിഫ്റ്റ് മോർ ബിക്കോസ് അവർക്ക് അപ്പോൾ ഈ ബൾക്കാവില്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോ? ബൾക്കാവുന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ആക്ട്രസിനെ എടുത്ത് നോക്കിയാൽ മതി. അവർ നല്ല ലിഫ്റ്റ് ചെയ്യും. കട്രീന കൈഫ് ആണെങ്കിലും ദിശ പട്ടാനി, ഹുവേവ, അവർ കണ്ടിട്ടുള്ള ആരെടുത്ത് നോക്കിയാലും നന്നായി ലിഫ്റ്റ് ചെയ്യാറ്. പക്ഷെ അവർ ബൾക്കല്ല. സോ ബൾക്ക് ആൻഡ് കട്ട്, അതായത് നിങ്ങൾ തടിക്കോ മെലിയോ എന്നുള്ളത് നിങ്ങളുടെ ഫുഡാണ് ഡിസൈഡ് ചെയ്യുന്നത്, നോട്ട് ജസ്റ്റ് യുവർ വർക്കൗട്ട്. അപ്പം ലേഡീസിനൊരു 30 കഴിഞ്ഞാൽ തന്നെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറയുക, അതുപോലെ തന്നെ കാൽഷ്യം ലോസ്, മസിൽ ലോസ് ഒക്കെ സിവിയർ ആയിട്ടുണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ട് അവരെ ഷേപ്പ് ഔട്ട് ആക്കുന്നതും. അത് ബിൽഡ് ചെയ്താൽ തന്നെ ദിൽ ഗെയിൻ ബാക്ക്. സോ ഫോക്കസ് മോർ ഓൺ സ്ട്രെങ്ത് ആൻഡ് കാർഡിയോ. Again, that depends on like strength on for sure. But cardio അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്യാം. അവർക്ക് കിതപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ ദെൻ അവരുടെ കാർഡിയോവാസ്കുലർ എൻട്രൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ കാർഡിയോ കൊടുക്കാം. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ബോത്ത് ദെൻ ഐ വിൽ ഓൺലി വോട്ട് ഫോർ സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ. ഇപ്പോൾ സേ ഞാനൊരു ബേസിക് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സേ ഒരാൾ ഇപ്പോൾ റൈറ്റ് നൗ ചെയറിലിരിക്കുന്നുണ്ട്, കുറേ നേരം വർക്ക് ചെയ്യുന്നു. വാട്ട് ക്യാൻ ദേ ഡു വർക്ക് സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിട്ട്? വർക്ക് സ്പേസിൽ സ്ട്രെച്ചസ് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാറ്റ് സ്ട്രെച്ചസ് ചെയ്യാം, ഇരുന്നിടത്ത് തന്നെ ഈ ടൈപ്പുള്ള സ്ട്രെച്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്യാം. ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വീഡിയോസ് തന്നെ അവൈലബിൾ ആണ് എൻ്റെ റീൽസിലും. ഈവൻ എൻ്റെതും വേണമെന്നില്ല, യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ചെയറിൽ ചെയ്തിട്ട് സിറ്റിംഗ് ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം. ദെൻ പ്രൊലോങ്ഡ് സിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സിംപ്ലി ലിഫ്റ്റ് ദെയർ ലെഗ്സ്. മൂവ്മെന്റ്സ് ആഡ് ചെയ്യാം, പറ്റുന്ന രീതിയിൽ മൂവ്മെന്റ്സ് ആഡ് തന്നെ സർക്കുലേഷൻ വരും ആൻഡ് മസിൽസ് വോണ്ട് ബി സ്റ്റിഫ്. പിന്നെ എവറി 45 minutes ഓർ എവറി 30 minutes ദേ ക്യാൻ സിംപ്ലി ഗെറ്റ് അപ്പ് ഫ്രം ദ ചെയർ. എഴുന്നേൽക്കുക, തിരിച്ചു വീണ്ടും ഇരിക്കുക. ആൻഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ ദെയർ പ്രൊഡക്ടിവിറ്റി ഓൾസോ. ഒരു 5 minute ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. പൊമോഡോറോ ടെക്നിക് 25 minutes ഇഫ് യു വർക്ക്, ദെൻ 5 minute നിങ്ങൾ ടൈമർ വെച്ച് ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരാൾ they've never been to say ഫുട്ബോളോ ഒന്നും കളിച്ചിട്ടൊന്നുമില്ല, നെവർ ആക്റ്റീവ്, എവർ ആക്റ്റീവ് ഇൻ ലൈഫ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം വരികയാണ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. എങ്ങനെയായിരിക്കും, എവിടെ നിന്ന് തുടങ്ങാം, എന്തൊക്കെ ഐ മീൻ സേ ഇപ്പോൾ ഒരു 6 months എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 months നമ്മൾ എങ്ങനെയായിരിക്കും നമുക്ക് ബ്രേക്ക് വിടുന്നതൊക്കെ, എവിടെ നിന്ന് തുടങ്ങാം? ആദ്യം 3 months കംപ്ലീറ്റ് ആകണ്ടേ? അപ്പോൾ ഒരു 3 months പ്ലാൻ ചെയ്യാം. ബട്ട് ഇതൊന്നുമല്ല എൻ്റെ മെയിൻ തന്നെ. ഞാൻ പറഞ്ഞില്ല, മൈൻഡ് ഷിഫ്റ്റ്. ട്രാൻസ്ഫോർമേഷൻ ഈസ് നോട്ട് യുവർ ബോഡി, യുവർ മൈൻഡ്. ലൈക്ക് എൻ്റെ ബിലീഫാണ്, നോട്ട് റിസർച്ച്. 70% ട്രാൻസ്ഫോർമേഷൻ തന്നെ സൈക്കോളജിക്കലാണ്. നിങ്ങൾ ആസ് എ പേഴ്സണാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇപ്പം 30 വയസ്സുള്ള ഒരു വ്യക്തി ഇത്ര കാലം
ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പം അവരുടെ മൈൻഡാണ് അവരെ കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതുവരെ ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ എനിക്ക് ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ ചെയ്യുക, ഇനിയിപ്പോൾ അതിന് കൂടെ സമയം സ്പെൻഡ് ആക്കണ്ടേ, ഇനി അതിന് ഫിറ്റ്നസ് ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യണ്ടേ, ജിമ്മിൽ പോകണ്ടേ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഒരു ക്ലോഗ് വരുന്നത് മൈൻഡിന്. അത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിൽ ബി ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ സ്റ്റാർട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. ദെൻ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഫുട്ബോൾ കളിക്കുകയോ ഏതെങ്കിലും ഒരു ഗെയിം ആക്ടിവിറ്റി ആയിട്ട് അത് ബന്ധപ്പെടുത്തുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിറ്റി ഈസ് ബെസ്റ്റ്. ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ലൈക്ക് എനിക്കൊരു എന്താ പറയുക, എനിക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ ലെറ്റ്സ് യു ആർ മൈ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കാം. ദെൻ യു ആർ ഗോയിങ് ടു ബാഡ്മിൻ്റൺ എവറി ഡേ. അപ്പോൾ ഞാനും കൂടെ വരും. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിന് ബാഡ്മിൻ്റൺ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിൻ്റെ ക്രിക്കറ്റ് ഉണ്ടാവും ഡെയിലി. ഒന്നുമില്ലെങ്കിൽ ഓടാൻ പോകുന്ന ആൾക്കാരുടെ കൂടെ കൂടാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ട്രൈ ചെയ്യാം. ഓർ നിങ്ങൾക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്നത് ആ രീതിയിലേക്ക് ആക്ടിവിറ്റി കൊണ്ടുവരാം. ഇപ്പം ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ലൈക്ക് സൈക്ലിംഗ് ടൈപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ, സൈക്ലിംഗ് ആയിട്ട് പോവാം, സൈക്കിൾ വെറുതെ ചവിട്ടി വരിക. ഇതൊന്നും വലിയൊരു എക്സസൈസ് പോലെയൊന്നും കാണണ്ട. നിങ്ങളൊരു മൂവ്മെൻറ്റിലേക്ക് നിങ്ങളെ ഫൺ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ദെൻ ലേറ്റർ യു വിൽ ഫൈൻഡ് വാട്ട് യു ലൈക്ക്. നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരിക്കലും മനസ്സിലാവില്ല എന്താണ് നിങ്ങളുടെ സാധനം എന്നുള്ളത്. സോ ദെൻ ഇവൻച്വലി യു മേ എൻഡ് അപ്പ് ഇൻ ജിം, വി നെവർ നോ. ഓക്കെ, ഓൾറൈറ്റ്. അതേപോലെ ഐ തിങ്ക് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞ പോലെ, ഫോർ പീപ്പിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിൽ മെയിനായിട്ട് കുറേ ടോപ്പിക്സ് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടായിട്ടുള്ളതാണ്. ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്, എന്താണ് റൈറ്റ് വേ ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ്, ഞാൻ what I know, I might be wrong, but ഞാൻ വായിച്ചിടത്തോളം you don't need intermittent fasting to get transformed. So intermittent fasting generally ചെയ്യുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് വിൻഡോ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ രാത്രി നിങ്ങൾ 7 മണിക്ക് കഴിച്ചു, പിറ്റേത്തെ ദിവസം നിങ്ങൾ 9 മണിക്ക് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസം നിങ്ങൾ 12 മണിക്ക് കഴിക്കുള്ളൂ, നിങ്ങൾ 16 hour എടുക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ കഴിക്കുന്ന മീലും 10 മണിക്ക് ബിഞ്ച് ചെയ്യണതും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോന്നെടുത്ത് കഴിക്കുന്നതും ഒക്കെ മിസ്സാവുന്നുണ്ട്. പിറ്റേ ദിവസം 12 മണി വരെ നിങ്ങൾ കഴിക്കുന്നത് മിസ്സാവുന്നുണ്ട്. ഇത് മിസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ കഴിക്കുന്നതിന് ഡെഫിസിറ്റ് വന്നു, കഴിക്കൽ കുറഞ്ഞോടെ. ഇതാണ് ഫസ്റ്റിൽ വരുന്നത്. അപ്പം ഈ കഴിക്കൽ കുറയുക എന്നുള്ളത് കൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ മെയിനായിട്ട് വെയിറ്റ് ലോസ് വരുന്നത്. ദിസ് ഇസ് ദ ബേസിക് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി നിങ്ങൾ ചിലവാക്കുന്നതിനേക്കാളും കുറച്ച് എനർജിയാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയും. നിങ്ങൾ ഡെഫിസിറ്റ് ആയിട്ട് നിങ്ങൾ ചിലവാക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ബോഡി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജി നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടും. കാരണം ബാക്കി വരും, എനർജി ബാക്കി വരുമ്പോൾ ബോഡി കൺവേർട്ട് ചെയ്ത് ഫാറ്റാക്കി വെക്കും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ഒരുപാട് സ്ഥലത്ത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ക്യാൻ ഡു ഇറ്റ്. ബട്ട് അത് ചെയ്താലേ ഗുണമുള്ളൂ അങ്ങനെ ഒന്നുമില്ല. അത് ചെയ്താൽ അഡീഷണലി ബെനിഫിറ്റ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയും ഐ നീഡ് ടു റീഡ്. കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ബിക്കോസ് യു ആർ റെസ്ട്രിക്റ്റിംഗ് ദ ടൈം. അപ്പോൾ ഈറ്റിങ്ങിന് ഒരു കൺട്രോൾ ഉണ്ടാവും, കോൺഷ്യസ് ആകുന്നു. ബട്ട് അത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും എന്നും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. പേഴ്സണലി ഇപ്പോൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ ഫങ്ഷൻ ബെറ്റർ വെൻ ഐ എം ഫാസ്റ്റിംഗ്. ഇപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട്, പക്ഷെ ഇന്ന് രാവിലെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചു, പക്ഷെ ജനറലി ഞാനിപ്പോൾ ഒരു ഐ സ്റ്റാർട്ട് ഡയറക്ട്ലി ഫ്രം ലഞ്ച് ആയിരിക്കും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ഞാൻ 8 മണിക്കൂർ റെസ്ട്രിക്ട് ചെയ്തെന്നുള്ളതിലേക്കായിട്ടല്ല. ചിലപ്പോൾ രാത്രിത്തെ ഡിന്നർ 10 മണിക്കോ 11 മണിക്കായിരിക്കും മിക്ക ദിവസങ്ങളും കഴിക്കുന്നുണ്ടാവുക. പക്ഷെ രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാതെ ഐ എം ഫാസ്റ്റിംഗ്, പക്ഷെ എനിക്ക് കോഫി വേണം രാവിലെ. ഞാനൊരു ബ്ലാക്ക് കോഫി കുടിച്ച് പോയി കഴിഞ്ഞാൽ ഐ ഫങ്ഷൻ ബെറ്റർ, എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡു ഇറ്റ്. പക്ഷെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് നല്ല വിശപ്പാണ്. ഐ ഹാഡ് ഫുഡ്, ഞാൻ എനിക്ക് എഗ് കഴിച്ചു പോയി, പിന്നെ ഉച്ചക്ക് lunch കഴിച്ചു. It works. Like it works for you. It works for me. Yeah, so it works for some people because ഇപ്പോൾ രാവിലെ ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം
ഹെവി മീൽസ് ഡസൻ ഗിവ് യു ഗുഡ് എനർജി. അത് നിങ്ങളെ സ്ലഗ്ഗി ആക്കിയുള്ളൂ, സ്ലോ ആക്കിയുള്ളൂ. രാവിലെ തന്നെ ഹെവി ആയിട്ട് ഒരു 8 ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then definitely I think നാട്ടിൽ ഇപ്പോൾ എനിക്കൊന്ന് മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് അവർ പറയും രാവിലത്തെ ഭക്ഷണം നല്ല വൃത്തിക്ക് കഴിക്കണം, നല്ലോണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ പറയും. അത് മാർക്കറ്റിംഗ് ആണ്. ഒരു കോൺഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്ന ഇതുപോലെ രാവിലത്തെ മീല് കഴിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഐ നീഡ് 3 meals a day ഓക്കെ മിനിമം. അത് ഇനി കുറച്ച് കഴിച്ചാൽ മതി. എനിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഒന്നും ചെയ്യൂല. ആണെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പണി ഞാൻ എടുക്കാൻ പോകില്ല എന്ന്. അപ്പോൾ ഞാൻ ഫുഡ് നല്ലോണം കഴിപ്പിക്കുന്നേ. അത് ലൈക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും, ബട്ട് ഐ നീഡ് ടു ഈറ്റ്. അപ്പം ഈ രാവിലെ കഴിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടോ വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. നിങ്ങൾക്ക് രാവിലെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഫീൽ എനർജി, ഡു ഇറ്റ്. നിങ്ങൾക്ക് എന്താണ് വാട്ട് വർക്ക്സ് ഫോർ യു, യു ഡു ഇറ്റ്. നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ബെനിഫിറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വെൽ നല്ലതാണ്, അത് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ എനർജി ഫീൽ ചെയ്യുന്നില്ല, അതിനോട് എന്തോ ഒരു ഗുണം കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ഡസൻ ഹാവ് ടു ഇറ്റ്. പിന്നെ ദാറ്റ്സ് ഓൾ, പേഴ്സണൽ ആണത്. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ഓക്കെ ഇതൊരു ഫ്രണ്ടാണ്. സോ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്കൊന്ന് കഴിഞ്ഞൊരു വർഷത്തിൻ്റെ മേലെ, ഒരു വർഷം അല്ലെങ്കിൽ അതിൻ്റെ മേലെയായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ജിമ്മും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 4-5 ദിവസമെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ട്. ക്ലീനായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇറ്റ് വാസ് വെരി ഒബീസ് ആയിരുന്നു, വെയിറ്റ് ഡ്രോപ്പ് ചെയ്തു, ഇപ്പോൾ വീണ്ടും വെയിറ്റ് കൂടാൻ തുടങ്ങി. ഒരു റൂട്ടീനാണ്, സെയിം റൂട്ടീനാണ്, വെയിറ്റ് കൂടാൻ തുടങ്ങി വീണ്ടും. അത് ഐ തിങ്ക് ഒരു പോയിന്റ് വരെ എത്തിയിട്ട് പിന്നെ വെയിറ്റ് കുറയുന്നില്ല. ഐ മീൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് പ്ലാറ്റോ ആണ്. വെയിറ്റ് ലോസ് പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൊല്ലമൊക്കെ ഒരു കൃത്യമായിട്ട് ഒരേ റൂട്ടീൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദെൻ യുവർ ബോഡി വിൽ ഗെറ്റ് അഡാപ്റ്റഡ്, മെറ്റബോളിക്കലി അഡാപ്റ്റഡ് ആവും. കുറേ എനർജി ബോഡി ചിലവാക്കില്ല, എഫിഷ്യൻ്റ് ആയിരിക്കും ബോഡി. ഓക്കെ, കാരണം ഇന്ന ഒരു സ്പെസിഫിക് ലെവലിൽ യുവർ ഫ്രണ്ട് ഫോളോയിങ് ദ വർക്കൗട്ട് ആൻഡ് ഈറ്റിംഗ് പാറ്റേൺ കൃത്യമായിട്ട് കഴിച്ച് ആ എനർജി കൃത്യമായിട്ട് ബോഡി ചിലവാക്കുന്നുണ്ടാവും അപ്രോക്സിമേറ്റ്ലി. അതാണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ. ട്രെയിനിങ്ങിന് റെസ്പോൺസ് കിട്ടൂല ബോഡിയിൽ നിന്ന്. അപ്പം അഡീഷണലി മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകുന്ന ഫേസിനാണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ. വെയിറ്റ് കൂടുന്നത് വി നീഡ് ടു ചെക്ക്. അത് ഒന്നെങ്കിൽ ഹോർമോണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, സ്ലീപ്പ് കുറവായിരിക്കും, സ്ട്രെസ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർ കഴിക്കുന്നത് എക്സാക്ട്ലി സെയിം ആണെന്നുണ്ടെങ്കിൽ ദീസ് 3 ആർ ദ മെയിൻ റീസൺ. സ്ലീപ്പ് സ്ട്രെസ് വരുന്നുണ്ട്. ഐ ഹവ് ഹേർഡ് ഫ്രം എ കോച്ച് സെയിങ് ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങണം എന്നുള്ളടത്തേക്കായിട്ട്. സോ വാട്ട് ഡു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് റോങ് അബൌട്ട് സ്ലീപ്പ്? സ്ലീപ്പിനൊരു ഡൗട്ട് ആൾക്കാർ മണിക്കൂർ ഉറങ്ങണം ബേസിക്കലി എനിക്കൊരു 8 എന്തായാലും വേണം. എന്തായാലും ഉറങ്ങണം. എനിക്ക് 8 എന്തായാലും വേണം. പക്ഷെ എനിക്ക് ക്ലയൻസ് 5 മണിക്കൂർ ഉറങ്ങി 6 മണിക്കൂർ കൊടുക്കുന്ന ക്ലയൻസ് ഉണ്ട് എനിക്ക്. ബിക്കോസ് ദർ ഡോണ്ട് ഹാവ് എ ചോയ്സ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, വർക്ക് അങ്ങനെയാണ്, ഡബിൾ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ്. ഈ ഉറക്ക് പറയുമ്പോൾ വെയിറ്റ് കൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഉറക്ക് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓട്ടോഫാജി ആൻഡ് തിങ്സ്. അതോടെ നോട്ടെ, ഈ സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെപ്റ്റിൻ ഗ്രലിൻ എന്ന് പറഞ്ഞിട്ട് 2 ഹോർമോൺ ഉണ്ട്. ഇതാണ് നിങ്ങളെ ഹങ്കർ റെഗുലേറ്റിംഗ്, വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ഇവർ രണ്ടുമാണ്. ഇത് നിങ്ങളിപ്പം നിങ്ങൾക്ക് തന്നെ അത് പരീക്ഷിക്കാം. നാളെ 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയാൽ മതി. നല്ല ക്ഷീണം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നും, ഷുഗർ ക്രേവിങ്സ് ഹെവി ആയിട്ടുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, മൂഡ് പെട്ടെന്ന് ആങ്കർ വരും. ഇതൊക്കെ ആ ഹോർമോൺസ് രണ്ടും ഡിസ്റെഗുലേറ്റഡ് ആവും. ആൻഡ് ദെൻ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ വിൽ ബി ഹൈ. അപ്പം കോർട്ടിസോൾ ഹൈ ആണെങ്കിൽ ഷുഗർ ലെവൽ ഇൻ യുവർ ബ്ലഡ് വിൽ ബി ഹൈ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാക്കാനും ക്ഷീണം ഉണ്ടാക്കാനും കാരണമാവും. അപ്പോൾ സ്ലീപ്പ് മസ്റ്റായിട്ട്. അപ്പോൾ അത് കാരണം വെയിറ്റ് ലോസ് ഉണ്ടാവുമോ? അത് കാരണം വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, അത് കാരണം നിങ്ങൾ കൂടുതൽ കഴിക്കും. അത് കാരണം വെയിറ്റ് ലോസ് ഉണ്ടാവും, ലൈക്ക് സെക്കൻഡറി ആയിട്ട് വരുന്ന. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കാനുള്ള സാധ്യത കൂടും, അപ്പോൾ നിങ്ങൾ വെയിറ്റ് കൂടും. നിങ്ങൾ കൃത്യമായി ഉറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹങ്കർ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റഡ് ആയിരിക്കും, ഒരുപാട് ഹോർമോൺസ് റെഗുലേറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ ബോഡിയിലുള്ള ലൈക്ക് ക്ഷീണങ്ങൾ കാര്യങ്ങളൊക്കെ റിക്കവറി ആവുന്ന ഈ സമയത്താണ്. ഈ റിക്കവറി കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും ദെൻ യു വിൽ ഹാവ് ഗ്രോത്ത്, മസിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ ഉറക്കം വേണം. അപ്പം 7 to 9 hours ആണ് അതിൻ്റെ റെക്കമെൻഡഡ് daily dose of sleep. This varies on person to person and the activity they do. Okay, അടുത്ത question is about supplements. Protein powder safe ആണോ? Okay, സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററിനേക്കാളും 3 ഇരട്ടി ലോകത്ത് വിറ്റുവരവുള്ള ഒരു
മേഖലയാണ് സപ്ലിമെൻറ്റ്സ്, അല്ലെങ്കിൽ ബിസിനസ്സാണ് സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻറ്റ്സ് ഓഫൺ എന്താ പറയുക, ആൾക്കാരുടെ ഡെസ്പറേഷനാണ്. അത് നമ്മൾ ഹോർലിക്സ് കലക്കി കുടിച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് വരും എന്നുള്ള അതേ സാധനമാണ് സപ്ലിമെൻറ്റ്സിന് വരുന്നത്. ഓക്കെ, ബട്ട് സപ്ലിമെൻറ്റ് ഇസ് ജസ്റ്റ് ടു ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം സപ്ലിമെൻറ്റ്സ് ഉള്ളത്. അത് നല്ലതായിരിക്കണം നിങ്ങൾ വാങ്ങുന്നതെന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്ലിമെൻറ്റ്സ് ഞാൻ 2 സപ്ലിമെൻറ്റ് പറയാം. ക്രിയേറ്റിൻ, വെയ് പ്രോട്ടീൻ, ദി പോപ്പുലർ. ഓക്കെ, ഇതിൽ ഏറ്റവും അടിപൊളി ക്രിയേറ്റിനാണ്. ഓക്കെ, അതിൽ വെയ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ് പ്രോട്ടീൻ എടുക്കാം. ഞാൻ ഡെയിലി 1-2 സ്കൂപ്പ് വെയ് പ്രോട്ടീൻ എടുക്കും. കാരണം എനിക്ക് അത്രയ്ക്കും ക്വാണ്ടിറ്റി കഴിക്കാൻ വേണ്ടി പറ്റില്ല എൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച്. സപ്ലിമെൻറ്റ്, എല്ലാ സപ്ലിമെൻറ്റും നമുക്ക് ആവശ്യമില്ല. സപ്ലിമെൻറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി നമ്മൾ നോക്കണം. ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാനൊരു I think 20 മിനിറ്റ്സിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ വെയ് പ്രോട്ടീൻ വാങ്ങാമെന്നുള്ളത്. അപ്പം അതിൽ കാരണം കുറേ ഫേക്ക് ഉണ്ട്. ഞാൻ ഒരു 11th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ഫേക്ക് ആയിട്ടുള്ള വെയ് പ്രോട്ടീൻ കാണുന്നതാണ്. പൂളപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോഴും ഉണ്ട്. പോപ്പുലർ ബ്രാൻഡിൻ്റെ ഫേക്ക് ഇഷ്ടം പോലെ ഉണ്ട്, കൗണ്ടർഫീറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ബൈ ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ തന്നെ അതിൻ്റെ ബാർകോഡ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഗുഡ് സപ്ലിമെൻറ്റ്സ്. ഓക്കെ, പിന്നെ മെയിൻലി സപ്ലിമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്. അതായത് സപ്ലിമെൻറ്റ്സ് ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു എനി എക്സ്ട്രാ. നിങ്ങൾക്ക് ഫുഡിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ യു ഡു നോട്ട് നീഡ് സപ്ലിമെൻറ്റ്. ഫുഡിൽ നിന്ന് കാര്യങ്ങൾ കിട്ടുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് സപ്ലിമെൻറ്റ്സ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൗ ടു ഗെയിൻ വെയിറ്റ് ഇൻ എ ഹെൽത്തി വേ ആണ്. ഹെൽത്തി വലിയ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലറിക് സർപ്ലസിലാവുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ ബോഡി ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്യാം. അപ്പം നമ്മൾ വെയിറ്റ് കൂടും. ആ വെയിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു 3 days വീക്ക്ലി ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്ന വെയിറ്റിൽ അധികവും ഫാറ്റ് ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ടോൺഡ്, ആ പേഴ്സൺ ചബ്ബി ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഫാറ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക. That's the main thing. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഗെയിൻ ഇസ് ബേസിക്കലി ലൈക്ക് ഞാനിപ്പം 30s പക്ഷെ ഓൾറെഡി ഫീൽ ലൈക്ക് ഐ മീൻ 40s ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഹൗ ക്യാൻ ഐ ഫീൽ ബെറ്റർ? വാട്ട് റൂട്ടീൻ ക്യാൻ ഐ മെയിൻറ്റെയിൻ ടു ഫീൽ ബെറ്റർ ഇൻ അറ്റ് ദ മൊമെൻറ്റ് എന്നുള്ളത് കേട്ടാ. ഇത് മെൻ്റൽ ഹെൽത്ത് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് നോട്ട് റിയലി റിലേറ്റഡ് ടു ഫിസിക്കൽ, ബട്ട് ഐ സ്റ്റിൽ ആൻസർ ദ സെയിം. അതിൽ നമ്മളൊരു 30s നമുക്ക് 40s ആയിട്ടുള്ള ഫീല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വെദർ ദ ക്വസ്റ്റ്യൻ കംസ് ഫ്രം ഫിസിക്കലി ഓർ മെൻ്റലി. അത് ഫിസിക്കലാണ് എന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സ് ആഡ് ചെയ്ത് തുടങ്ങുക, ഇഷ്ടമുള്ള സ്പോർട്ട് ചെയ്യുക, മിനി അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, മിനി വെക്കേഷൻസ് എടുക്കുക. ഇവിടെ തൊട്ടടുത്തുള്ള റാഫ്റ്റിംഗ് പോലും നമ്മൾ പോകാറില്ല, ആൾക്കാർ ചെയ്യാറില്ല. ആൾക്കാർ ടൂർ വിളിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യും. അങ്ങനത്തെ റാഫ്റ്റിംഗ്, അല്ലെങ്കിൽ റാഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്ട്രെന്യൂസ് ഫിസിക്കൽ എൻഡ്യൂറൻസ് വേണ്ട സാധനമാണ്. അതിന് പോവുക, ഇങ്ങനെയുള്ള ചെറിയ മാരത്തോൺസിന് പോവുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫിസിക്കലി അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പങ്കെടുക്കുക എന്നുള്ളതാണ് ഫിസിക്കലി ചെയ്യാനുള്ളത്. മെൻ്റലി ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി ലൈക്ക് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് പോലെ അവർക്ക് ബോർഡം കൊണ്ട് വരുന്നതായിരിക്കും. ദർ ഇസ് നത്തിങ് മോർ ടു ഡു. അപ്പം ബക്കറ്റ് ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്തൊക്കെയാണ് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്? വിഷൻ ബോർഡ് ഉണ്ടാക്കുക, നമ്മുടെ റൂമിൽ വിഷൻ ബോർഡ് വെക്കുക, ഡെയിലി എണീക്കുമ്പോൾ ആ വിഷൻ നമ്മൾ കാണുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അച്ചീവ്മെൻറ്റ്സ് ആർ നെസസറി ഇൻ എ പേഴ്സൺസ് ലൈഫ് ടു ഫീൽ യങ്. അത് 40 വയസ്സുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ 30 വയസ്സുള്ള പോലെ തോന്നും, പക്ഷെ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം അങ്ങനെ ആയിരിക്കും. ഒന്നും അച്ചീവ് ചെയ്യാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി വിൽ ഫീൽ ബോർഡ് ആൻഡ്. ഓക്കെ, സോ ഇപ്പോൾ ഫാബിലിൻ്റെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള റിച്വൽസ് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ സംതിങ് ദാറ്റ് യു ഫോളോ? സോ ഹൗ ഡു ലൈക്ക് വാട്ട് ഈസ് യുവർ വേ ഓഫ് മെയിൻറ്റെയിനിങ് ലൈക്ക് യുവർ സെൽഫ്? ഞാൻ എങ്ങനെ പോയാലും കോംപ്രമൈസ് ചെയ്യാത്ത സാധനം ഫുഡാണ്. ഓക്കെ, മൂവ്മെൻറ്റ്സ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നോൺ സ്ട്രക്ചേർഡാണ്. ഞാൻ എൻ്റെ ക്ലയൻസിന് നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. ക്ലയൻസിനും കൊടുക്കാറുണ്ട്. നോൺ സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിൻ്റെ ഭാഗം വരുന്ന തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ്. ബട്ട് സ്ട്രക്ചേർഡ് ഓഫൻ ഡസൻറ്റ് വർക്ക്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എനിക്ക് സ്ട്രക്ചേർഡ് വർക്ക് ആവുന്നില്ല. ലൈക്ക് എനിക്ക് കുറച്ച് ഇഞ്ചുറീസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ റിക്കവറി ആയിട്ട് വരികയാണ്. ദെൻ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ക്ലയൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, ക്വൈറ്റ് ബിസി അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എക്സസൈസ് ചെയ്യും. ഞാൻ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10 സ്ക്വാട്ട് എടുക്കും,
ഞാൻ ലൈക്ക് പല്ല് തേച്ച് വരുമ്പോൾ ഞാനൊരു 10-20 പുഷപ്പ് എടുക്കും. അപ്പം ഇങ്ങനെ ഞാൻ പോകുന്ന നോക്കി എനിക്ക് ഡംബൽസ്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഡംബൽസ് ഉണ്ടാവും, ഞാൻ വെറുതെ എടുത്തത് പൊക്കും. അതിൻ്റെ ഉള്ള എക്സസൈസ് ഞാൻ ചെയ്യും, തോന്നിയ പോലെ ഞാൻ ചെയ്യും. ഇപ്പോൾ നോ ജഡ്ജിങ് നത്തിങ്, മൂവ്മെൻറ്റ് ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ നടന്നിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും ആലോചിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡംബൽ അവിടെ കിടക്കുന്ന വേണ്ട, ഞാനൊരു 10 ഡെഡ് ലിഫ്റ്റോ 10 ഷോൾഡർ പ്രസ്സോ ചെയ്യും, അതവിടെ വെക്കും. ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് അതിനിടയ്ക്ക് കാണുന്ന സമയത്ത് ഞാൻ അത് ചെയ്യും. ഇങ്ങനെ അൺസ്ട്രക്ചേർഡായിട്ട് ചെയ്യും. പിന്നെ ഞാൻ ക്ലയൻസിന് കൊടുക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾ ഡെയിലി ഏതെങ്കിലും സമയത്ത് ചെയ്ത് തീർത്തിട്ട് തന്നാൽ മതി. അപ്പോൾ ഒരു 5 എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു എക്സസൈസ് ചെയ്ത്, ഉച്ചയ്ക്ക് ഒരു എക്സസൈസ് ചെയ്ത്, ഇൻ്റർവെൽ ബ്രേക്കിന് ഒരു എക്സസൈസ് ചെയ്ത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരുന്ന ക്ലയൻസ് ഉണ്ട് എനിക്ക്. That works. That makes a big shift in their mind. പറ്റും എന്നുള്ളൊരു സാധനം വരും. Then of course അവർ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്നില്ലെന്നുള്ളൂ, ആ മൂവ്മെന്റ്സ് ചെയ്യുന്ന അവർ തന്നെയല്ലേ. അപ്പം എന്തായാലും അവരുടെ ബോഡിക്ക് എഫക്റ്റ് വരുമല്ലോ. ഒന്നും ചെയ്യാത്ത ആളെ കൊണ്ട് ഒരു 50 സ്ക്വാട്ട് ഡെയിലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രോഗ്രസ് വിൽ ബി ദേർ. ഒന്നും ചെയ്യാത്തതിനേക്കാളും പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, നൈസ്. സോ നേരത്തെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞു, ദാറ്റ് ഇസ് ഒരു 8 ദിവസം എഗ്ഗ് കഴിച്ച് നോക്കുക എന്നുള്ള സാധനം പറഞ്ഞു. സെയിം വേ ഇസ് ദർ എനിത്തിങ് ദാറ്റ് വി ക്യാൻ ട്രൈ, സേ ഒരു 7 ദിവസമോ 14 ദിവസമോ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മിനി എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇതിൽ നമ്മൾ ബെൻസ് കാർ ഓടിച്ച ഫീൽ ഉണ്ടാവും ഞാൻ പറയാം ക്ലയൻസിൻ്റെ അടുത്ത്. അതായത് ഇപ്പം നിങ്ങൾ ഉള്ളത് ഓടിക്കുന്നത് പവർ കുറഞ്ഞ കാറായിരിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫുഡ്, അപ്പം നിങ്ങൾക്ക് അറിയില്ല അടിപൊളി കാറിൻ്റെ പവർ എന്താണെന്നുള്ളത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി കാറിൽ ഒഴിക്കുന്ന രീതിയിൽ തന്നെ ഒഴിക്കണം. അപ്പം കൃത്യമായി ഫ്യൂവൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, പ്രൊഡക്ടിവിറ്റി, മൂഡ്, എനർജി, നമ്മുടെ മൂഡ് പ്രധാനമാണ്. ഡെയിലി നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ഹാപ്പി ആണോ, ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ട്രിഗേർഡ് ആവുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ ഫുഡ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട്, ഫുഡിന് വലിയൊരു പങ്കുണ്ട് ഇതിൽ. നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹോർമോൺസ് ആയിരിക്കും ഉണ്ടാവുക. നല്ല ഹോർമോൺ ലെവൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട സ്ട്രെസ്സസ് ഒക്കെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം എക്സ്പെരിമെൻറ്റ്സ് ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ന്യൂട്രീഷൻ ഫസ്റ്റ് ഞാൻ പറയാം. ദെൻ അവർക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആഡ് ചെയ്യാം, ചെറിയ ചെറിയ സ്ട്രെച്ചസ് ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ അവർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 2 സ്ട്രെച്ചസ്, ഇത് ഷോൾഡറിനുള്ള സ്ട്രെച്ചാണ്, ഇത് രണ്ടും ഇങ്ങനെ ചെയ്താൽ തന്നെ അവർക്ക് നല്ല സുഖം വരുന്നു വരും. കാരണം ഇത് സ്റ്റിഫായിരിക്കും മിക്കവാറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. നമുക്ക് ഈ സ്ട്രെച്ചസ് ഉണ്ട്, നമുക്ക് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് അതിൽ. ആ റീൽസിൽ കണ്ട ആ സ്ട്രെച്ചസ് തന്നെ ചെയ്താൽ തന്നെ അവർക്ക് നല്ല സുഖം കിട്ടും. അതിൽ കമൻറ്റ് ആൾക്കാരുണ്ട്, നല്ല റിലീഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരാറുണ്ട്. അതിൻ്റെ കാരണം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദോസ് സ്ട്രെച്ചസ് ഫീൽ നാച്ചുറൽ. Nice. So I think last few set of questions, okay? Say ഒരു 10 years from now, for 10 years too big of a time. So ഒരു 3 years from now, അല്ലെങ്കിൽ ഒരു 5 years from now, ഫാബിൽ എന്തായിട്ട്, ഫാബിലിനെ ചിന്തിക്കുന്ന സമയത്ത് ഫാബിലിന് എന്തായിട്ട് പെർസീവ് ചെയ്യാനാണ് ഫാബിൽ ട്രൈ ചെയ്യണേ? ഞാൻ ആക്ച്വലി എൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി അലൈൻ വിത്ത് ഫിറ്റ്നസ്. അപ്പം ആളുകൾക്ക് എന്ത് രീതിയിലും അവരുടെ ലൈഫ് ആയിക്കോട്ടെ അവർക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിത്ത് ജിം, വിത്തൗട്ട് ജിം, വിത്ത് എക്വിപ്മെൻറ്റ്സ്, വിത്തൗട്ട് എക്വിപ്മെൻറ്റ്സ്, നമ്മൾ ആ ഒരു രീതിയിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്ത് എന്നേക്കുമായി ഫിറ്റായിട്ട് അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വിഷൻ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മെയിൻലി എൻ്റെ ഓഡിയൻസ് വരുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് മെയിൻലി അങ്ങനെ ഒരു വിഷൻ കൊടുക്കുക എന്നുള്ളതും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്ത് അവർ ഹാബിച്വലായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഹെൽത്ത് ലൈഫ് സ്റ്റൈലിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം അത്രയും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന മരുന്നും പോകുന്ന ഹോസ്പിറ്റലിനെ എത്ര തവണ പോകുന്നുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇവഞ്ച്വലി പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഭാവി തലമുറ വരുന്ന സമയത്ത് നമ്മുടെ പാരൻസ് ചെയ്ത് കണ്ടാലേ അവർ ചെയ്യുള്ളൂ എന്നുള്ളത് അൾട്ടിമേറ്റാണ്. അത് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ. അപ്പം ഫോർ എ ഹെൽത്തിയർ ജനറേഷൻ ദാറ്റ് ഈസ് നെസസറി. നൈസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലായിടത്തും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സേ ഇമാജിൻ ഇതൊരു സ്റ്റേജാണ്, ഓർ സേ ദിസ് ഇസ് യുവർ ലാസ്റ്റ് പോഡ്കാസ്റ്റ്, ഓർ സേ നിങ്ങളുടെ മുന്നിൽ എൻറ്റയർ ദ ഹോൾ പോപ്പുലേഷൻ ദ വേൾഡ് ഇസ് ദെയർ. എന്തായിരിക്കും ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു 3 ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ദാറ്റ് യു വോണ്ട് ടു ഷെയർ വിത്ത് ദം? ഫസ്റ്റ് കൺസിസ്റ്റൻസിയാണ്. ലൈക്ക് നിങ്ങൾ എത്ര ഒരു കാര്യത്തിൽ വേഴ്സ്റ്റ് ആയിക്കോട്ടെ,
ഇറ്റ് ഡസൻ മാറ്റർ. നിങ്ങൾക്ക് അതാണ് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്നുണ്ടെങ്കിൽ ഡെയിലി അത് ചെയ്യുക. ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ടൈം ചെയ്യുക. 10 മിനിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ചെയ്യാം. ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്യാം. യു വിൽ വിൻ. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കൺസിസ്റ്റൻസി. അത് എന്ത് കാര്യമാണെങ്കിലും, അതിനിപ്പോൾ ഫിറ്റ്നസ്സിലാണെങ്കിലും നിങ്ങളുടെ ഡ്രീംസ്, കരിയേഴ്സ് എന്താണെങ്കിലും ഡെയിലി അതിന് നിശ്ചിതമായിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ യു വിൽ വിൻ ഇൻ ദാറ്റ് ഫോർ ഷുവർ. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഇറ്റ്സ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് വെൻ. ഇത് പക്കയാണ്. അതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാനത് കണ്ടതാണ്. കൺസിസ്റ്റൻസി ആണ് അതിൻ്റെ മെയിൻ. ഞാൻ എല്ലാവർക്കും പറയുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല. ഐ എം നോട്ട് ദാറ്റ് സ്കിൽഡ്. എനിക്കൊരു സ്കില്ലും ഒരു ഭയങ്കരമായി ലൈക്ക് ടോപ്പ് സ്കിൽസ് ഉള്ള ഒരാളല്ല. ബട്ട് ഞാൻ ചില കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ കൺസിസ്റ്റൻ്റായി മറ്റു ചിലർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തു എന്നുള്ള വ്യത്യാസം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സാധനം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ പഠിക്കാതിരിക്കാൻ നോക്കണ്ട. എനിക്കത് പഠിക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ട് വേണ്ട. ഇൻട്രസ്റ്റ് ഉണ്ടോ, നേരെ പോയി പഠിക്കുക. അതിന് ഇപ്പം പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. അത് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കണമൊന്നുമില്ല. അതും ഇതേപോലെ അറ്റംപ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ സർക്കിൾസാണ്. നിങ്ങൾ നിൽക്കുന്ന സർക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന സാധനമൊന്നുമല്ല അത്. ബട്ട് നിങ്ങൾ എന്നും രാവിലെ നെഗറ്റീവ് കേട്ടിട്ടാണ് എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി നിങ്ങൾ ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നില്ല. ഫ്രണ്ട്സ് ആൻഡ് സർക്കിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ചുറ്റും ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് ഫിൽട്ടർ ചെയ്തിട്ടൊന്നുമല്ല. എനിക്ക് ഭാഗ്യത്തിന് അങ്ങനത്തെ ഫ്രണ്ട്സാണോ ഉള്ളത്. ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. നമ്മൾ നിൽക്കുന്ന സർക്കിൾ, നമ്മളൊരു 5 പണിക്ക് പോകാത്ത ആളുടെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ 6ാമത്തെ പണിക്ക് പോകാത്ത ആൾ നമ്മളാവും. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള 3 കാര്യങ്ങളാണിത്. ഇത് ചെയ്താൽ തന്നെ നമ്മൾ, പിന്നെ യു ലവ് ലൈക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സാധനമൊന്നും ചെയ്യാൻ പറ്റില്ല. പാഷനേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എപ്പോഴും എല്ലാവർക്കും പാഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ എന്താ പറയുക, സർക്കിൾസിനെ പറഞ്ഞപ്പോൾ ഹൗ മച്ച് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ഇസ് കണക്റ്റഡ് ടു മെൻ്റൽ ഹെൽത്ത്? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നല്ല ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ. ശരീരത്തിൻ്റെ ബട്ട് ഇതിലൊരു കാര്യം വെച്ചാൽ സംടൈംസ് നിങ്ങൾക്ക് മൈൻഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സംടൈംസ് നിങ്ങളൊരു ലൈക്ക് ലവ് ഫെയിലിയറോ ബിസിനസ് ഡ്രോപ്പ് ആവുക, ലൈക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാണ്ടാവുക. അപ്പോൾ മൈൻഡ് ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സംടൈംസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്ന മൈൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ബോഡി കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യം ചെയ്യാൻ പറ്റും. ബോഡി കൊണ്ട് നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഹാപ്പി ഹോർമോൺസൊക്കെ റിലീസായി നിങ്ങൾക്ക് ആ ഒരു അൺഹെൽത്തി മൈൻഡ് ആണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവും. സോ ഈവൻ ദോ ഇഫ് ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഈവൻ ഇഫ് ഇറ്റ്സ് ഡിപ്രഷൻ. ഹെൽപ്പ് ചെയ്യും ഒരുപാട്. മറ്റേത് ബോഡിയും വയ്യ മൈൻഡും വയ്യാണ്ടാകുമ്പോൾ യു വിൽ എൻഡ് അപ്പ് ലൂസിങ്. So what is your realization from today's conversation? I don't know, like, how do I answer that? It was nice meeting you. It's like I was talking to myself. Like, I don't feel like നിങ്ങൾ വേറെ ആളെ പോലെ എനിക്ക് തോന്നുന്നില്ല. I feel like I'm talking to a mirror. Okay. You made me feel comfortable. Thank you so much. Thank you for being here. I'm very sure it will help a lot of people. ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടൊന്ന് കട്ടായിരിക്കുന്നത്. I think this is the first time that in an episode that I'm basically literally just asking questions and not adding anything. Yeah, so thank you so much. No problem. Looking forward to hosting you again. Sure. I'll see you then. Yeah.